നമ്മുടെ പ്രപഞ്ചത്തിന്റെ 27% മാസ് എനർജിയും ഡാർക്ക് മാറ്റർ ആണ്. ലൈറ്റിനെ അബ്സോർവ് ചെയ്യാത്ത, എമിറ്റ് ചെയ്യാത്ത, എന്നാൽ പ്രപഞ്ചത്തിന്റെ ഷേപ്പിനെ നിർണ്ണയിക്കത്തക്ക വിധം ഗ്രാവിറ്റേഷണൽ എഫക്ട്സ് ഉള്ള ഈ ഒരു ഡാർക്ക് മാറ്റർ എന്താണ് അതിന്റെ എക്സാക്ട് നേച്ചർ എന്നത് ഇന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മറ്റു പല റിയാലിറ്റികളിലേക്ക്, നമുക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത നമ്മളിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന ഡിമെൻഷനുകളിലേക്ക്, പാരലൽ യൂണിവേഴ്സുകളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്കൊക്കെ നമ്മളെ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് ഡാർക്ക് മാറ്റർ എന്ന് കരുതപ്പെടുന്നു. മൾട്ടിപ്പിൾ റിയാലിറ്റി തിയറികളിലൊക്കെ പറയപ്പെടുന്ന പോലെ ഒത്തിരി യൂണിവേഴ്സുകളിലേക്കുള്ള ഒരു പാലമായിരിക്കാം, നമ്മളെയും ആ യൂണിവേഴ്സുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആയിരിക്കാം ഡാർക്ക് മാറ്റർ. ഡാർക്ക് മാറ്റർ TV സീരീസ് എക്സ്പ്ലനേഷൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്ത് അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് തുടർന്ന് കാണാൻ ശ്രദ്ധിക്കുക. ഇതുവരെയുള്ള കഥ കുറച്ചധികം കൺഫ്യൂസിംഗ് ആണ്. ഈ ടൈം ട്രാവലും മൾട്ടിപ്പിൾ റിയാലിറ്റിയും ഒക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ. ഇനിയും കുറേയധികം കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതൊക്കെ മാറ്റിത്തരാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. നമുക്കിവിടെ വിശദമായിട്ട് സീരീസിൻ്റെ കഥ മുഴുവനായിട്ട് കേട്ട് മനസ്സിലാക്കാം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും ഇതുപോലെയുള്ള കൂടുതൽ സിനിമകളും സീരീസുകളും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ ജേസനും ഡ്യൂപ്ലിക്കേറ്റ് ജേസന്റെ റിയാലിറ്റിയിലെ അമാൻ്റെയും ഇവിടുന്ന് ബോക്സിനകത്ത് കയറി ട്രാവൽ ചെയ്ത് പോയപ്പോൾ ഇവിടെ ആകെ മൊത്തം ഒരു കോലാഹലമായിരുന്നു. അവരിരുവരും ബോക്സിൽ കയറുന്നത് തടയാൻ ശ്രമിച്ച വാടക കൊണ്ട് ഡോണിന്റെ കൈവിരലുകൾ മുറിഞ്ഞു പോയിരുന്നു. ലെയ്റ്റണും അദ്ദേഹത്തിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ എങ്ങനെയെങ്കിലും ഈ ബോക്സിന്റെ യഥാർത്ഥ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള കഠിന ശ്രമത്തിലാണ്. ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്ത ജേസൺ അല്ലാതെ മറ്റാർക്കും ഇതുവരെയും ഇതിനെപ്പറ്റി വ്യക്തമായി ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്റെ കൂടെയുള്ളവരെ വിശ്വസിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കാതെ ബോക്സിൽ കയറി എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്തേക്കാവും തീരുമാനിക്കുകയാണ് ലെയ്റ്റൺ. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് വലിയ അപകടമാണെന്ന് കൂടെയുള്ളവർ അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും കാര്യമാക്കിയില്ല. വരും വരാഴിക ആലോചിക്കാതെ ഇനി ഈ ഒരു യൂണിവേഴ്സിൽ തനിക്കൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞ് മറ്റെങ്ങോട്ടോ എന്തോ ഉദ്ദേശത്തിൽ ആ ബോക്സിനകത്ത് കയറിപ്പോയി. ഇപ്പോഴും ബോക്സിനുള്ളിലുള്ള അമാന്റെയും നമ്മുടെ OG ജേസനെയും ഒന്നും അവന് കാണാൻ പറ്റത്തില്ല. കാരണം ഇവർ രണ്ടാളും കുറേ നേരം മുന്നേ തന്നെ ആ മരുന്ന് യൂസ് ചെയ്ത് ഇപ്പോൾ ആ ബോക്സിനുള്ളിലുള്ള മൾട്ടിപ്പിൾ റിയാലിറ്റീസിനെ കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോർ വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് വാതിലുകളുണ്ടല്ലോ. ഇതിൽ ഓരോ വാതിലും ഓരോ യൂണിവേഴ്സിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഇതിലേതാണ് തുറക്കേണ്ടതെന്നറിയാതെ ഓൾറെഡി 100-ലധികം വാതിലുകൾ ക്രോസ് ചെയ്ത് ഇവരിങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കുക. എല്ലാ വാതിലും ഒരേപോലെ തന്നെ, ഓരോന്നിനും യുണീക്കായിട്ടുള്ള സിമ്പിൾസോ യുണീക്കായിട്ടുള്ള ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജേസൺ ജീവിച്ചു വന്ന യൂണിവേഴ്സ് ഏത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഇവർക്കൊരു ഐഡിയയുമില്ല. ഇതൊരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ അങ്ങനെ പൊക്കോണ്ടേയിരിക്കാം, എവിടെയും അവസാനിക്കത്തില്ല. ഈ ഒരു വഴിക്കൊരു അവസാനമില്ല. ചില സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിചിത്രമായിട്ടുള്ള വഴികളൊക്കെ നമ്മൾ കാണാറില്ലേ. സംടൈംസ് നമുക്കാണെങ്കിലും ആദിയും അന്തവുമില്ലാത്ത അനന്തമായി അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന വഴികളോ മാജിക്കൽ പാതകളോ ഒക്കെ സ്വപ്നങ്ങളിലൂടെയൊക്കെ തോന്നാറില്ലേ. സംടൈംസ് വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ തോന്നിപ്പോകാറില്ലേ. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ്. നമ്മുടെ ബ്രെയിനാണ്, നമ്മുടെ മനസ്സ് അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു. അതിൽ റിയാലിറ്റിയുമായി വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും ഒരു ലോജിക്കുമായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്കങ്ങനെ തോന്നിപ്പോവും. അങ്ങനെ ഒരു സ്പേസിൽ, അങ്ങനെ ഒരു സൂപ്പർ പൊസിഷൻ അവസ്ഥയിലാണ് ഇവർ എന്ന് പറയാം. സോ ബെറ്റർ ഓപ്ഷൻ എന്നത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാതെ ഇതിലേതെങ്കിലും ഒരു വാതിൽ തുറന്ന് മറ്റേത് യൂണിവേഴ്സിലാണ് എത്തുന്നത് എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ജേസൺ ഒരു വാതിൽ തുറന്ന ആ നിമിഷം തന്നെ ഇത്രയും നേരം ഇവർക്ക് മുന്നിൽ ഇങ്ങനെ വലിയൊരു വഴി പോലെ കിടന്നിരുന്ന അതെല്ലാം മാറി ആ ഒരു ബോക്സിന്റെ ഷേപ്പിലേക്ക് തന്നെയായി. വാതിലിനപ്പുറമുള്ള യൂണിവേഴ്സ് ആവട്ടെ നശിച്ചുകൊണ്ടിരിക്കുന്ന, കെട്ടിടങ്ങളൊക്കെ തകർന്ന് വീണുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു റിയാലിറ്റി. ഇതെന്തൊക്കെയാണ് ഈ യൂണിവേഴ്സിൽ സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇവർ നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള വലിയൊരു കെട്ടിടവും തകർന്ന് വീഴുന്നുണ്ട്. തലനാരിഴയ്ക്കാണ് നമ്മുടെ ജേസനും അമാന്റേക്കും അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ബോക്സിനകത്ത് കയറി വാതിലടക്കാൻ സാധിച്ചത്. ഇതേ സമയം നമ്മുടെ ജേസന്റെ യഥാർത്ഥ യൂണിവേഴ്സിൽ ഡാനിയല്ല മാക്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു പോളിഗോണിൽ വന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്, ഒരു വുഡൻ പോളിഗോണിൽ. മാക്സ് ഇവരുടെ മകനാണ്, അറിയാലോ, മരണപ്പെട്ട ഇവരുടെ മകനാണ്. ചാർലിയും മാക്സും ട്വിൻസ് ആയിരുന്നെങ്കിലും ഒരു കുഞ്ഞിനെ മാത്രമേ ഇവർക്ക് രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. ഇപ്പോഴും മാക്സിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ ഒരു പോളിഗോൺ ഷേപ്പ്, ഇങ്ങനെ ഒരു പോളിഗോൺ ഇവർ വീട്ടിൽ വെച്ചിട്ടുണ്ട്. രാവിലെ ചാർലിയും ജേസനും കാർ ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ സിഗ്നൽ എല്ലോ ആയിട്ടും സ്ലോ ഡൗൺ ചെയ്യേണ്ട, വേഗത്തിൽ കയറി പോകാൻ പറയുകയാണ് നമ്മുടെ ജേസൺ. നമ്മുടെ ജേസൺ അല്ല, ഡ്യൂപ്ലി ജേസൺ. നമ്മുടെ ജേസൺ ആയിരുന്നെങ്കിൽ സ്ലോ ഡൗൺ ചെയ്ത് കാർ നിർത്തി സമാധാനമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞേനെ. എന്നാൽ ഈ ജേസൺ അങ്ങനെയല്ല, പുള്ളിക്കാരൻ ഇങ്ങനെയാണ്. ചാർലിക്കും ആദ്യം ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. എല്ലാ റൂൾസും അനുസരിച്ച് ബോറിംഗ് ആയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊക്കെ സെറ്റപ്പിൽ അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി എന്നുള്ള മട്ടാണ്. ഇന്നാണ് ചാർലിയുടെ 16ാം ജന്മദിനം. ഇവന്റെ ജന്മദിനം എന്ന് പറയുമ്പോൾ മാക്സിന്റെ ഓർമ്മ ദിവസം കൂടിയാണ്. രാവിലെ ഡാനിയല്ല മാക്സ് എന്ന് എഴുതിയിരുന്ന ആ ഒരു പോളികളിൽ ടച്ച് ചെയ്ത് കുറച്ചങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ. കാരണം ഇതാണ്, മക്കളിൽ ഒരാളുടെ ജന്മദിനം മറ്റൊരാളുടെ ഓർമ്മദിനമാകുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞുപോയ വർഷങ്ങളൊക്കെ ഇവർക്ക് ഈ ഒരു ദിവസം സന്തോഷത്തോടെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഡാനിയലേക്കും നമ്മുടെ ജേസനും ഈ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം. എന്നാൽ ഇപ്പോൾ ഈ യൂണിവേഴ്സിലുള്ള ഇങ്ങേർക്കറിയില്ല ഇന്നത്തെ ദിവസം ഇങ്ങേരെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് കണ്ടറിയണം. സെയിം ടൈം നമ്മുടെ ജേസനും അവന്റെ കൂടെയുള്ള അമാന്റെയും അവരുടെ പക്കൽ ബാക്കിയുള്ള ആ ഒരു മെഡിസിൻ, ആ ഒരു
മരുന്നെല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. ടോട്ടൽ 50 എണ്ണമായിരുന്നു. ഒരു തവണ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇവർ 2 എണ്ണം യൂസ് ചെയ്തു. ഇപ്പം 48 എണ്ണം ബാക്കിയുണ്ട്. ഇരുവരും നിലവിലുള്ള കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഇവർ ആ ഒരു യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നപ്പോൾ അതേ കോർഡിനേറ്റ്സ് തന്നെയാണ് ഇപ്പോഴും. എല്ലാ യൂണിവേഴ്സിലും സാറ്റലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ബോക്സ് ക്ലോസ് ചെയ്തത് കൊണ്ട് സൂപ്പർ പൊസിഷനിലായതുകൊണ്ട് സാറ്റലൈറ്റ് വർക്ക് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. ഏതായാലും GPS സിഗ്നൽ പ്രകാരം ആലോചിച്ചാൽ ഈ ബോക്സിന്റെ പൊസിഷൻ എല്ലാ റിയാലിറ്റിയിലും സെയിം തന്നെ ആയിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ജേസൺ ഈ ബോക്സ് അവന്റെ യൂണിവേഴ്സിൽ ഏത് കോർഡിനേറ്റ്സിലാണോ ക്രിയേറ്റ് ചെയ്തത് എക്സാക്ട് അതേ കോർഡിനേറ്റ്സിൽ എല്ലാ യൂണിവേഴ്സിലും ആ സമയം ഈ ബോക്സ് വന്നു. ഇതുവരെയുള്ള ഇവരുടെ അറിവനുസരിച്ച് ഇതിന്റെ പൊസിഷൻ മാറ്റാൻ പറ്റില്ല. എല്ലാ യൂണിവേഴ്സിലും ഇതേ പൊസിഷനിൽ ഇതേ കോർഡിനേറ്റ്സിൽ ഈ ബോക്സ് ഉണ്ടാവും. ഇരുവരും വീണ്ടും മെഡ് ഇഞ്ചെക്ട് ചെയ്ത് അടുത്തടുത്ത വാതിലുകൾ തുറന്നു നോക്കുവാണ്. അങ്ങനെ ആദ്യം കാട് പിടിച്ചൊരു ഏരിയയിലേക്കാണ് എത്തുന്നത്. ഈ യൂണിവേഴ്സിൽ ഈ ഒരു പ്രദേശത്ത് ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല. സെയിം കോർഡിനേറ്റ്സ് തന്നെയാണ്. ജേസൺ അകത്ത് കയറി ആ വാതിലടച്ചു. വീണ്ടും അതേ വാതിൽ തന്നെ തുറന്നു നോക്കിയപ്പോൾ ഇപ്പൊ ഇറങ്ങി അതേ യൂണിവേഴ്സ് തന്നെ. അതിനർത്ഥം ഇവർ ഈ മെഡിസിൻ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ഇവരുടെ ശരീരത്തിൽ നിന്നും മാറുന്നത് വരെ ഇപ്പൊ തുറന്ന ഈ വാതിൽ എത്ര തവണ തുറന്നാലും ഇവരെത്താൻ പോകുന്നത് ഒരേ സെയിം യൂണിവേഴ്സിലേക്ക് തന്നെ ആയിരിക്കും. ഓരോ തവണ ക്ലോസ് ചെയ്ത് തുറക്കുമ്പോഴും പുതിയ പുതിയ യൂണിവേഴ്സിലേക്ക് എത്തില്ല. വൺസ് മരുന്നിന്റെ എഫക്റ്റ് ഇവരുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് വീണ്ടും ഇവർ മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് അതേ വാതിൽ തുറന്നാൽ ഒരുപക്ഷെ എത്തുന്നത് പുതിയ യൂണിവേഴ്സിലേക്ക് ആയിരിക്കാം. ഇതൊക്കെ ജേസന്റെ അസംഷൻസ് മാത്രമാണ്. ആളെന്തായാലും ഇങ്ങനെയൊക്കെ വിചാരിച്ച് അടുത്ത വാതിൽ തുറന്നു. അവിടെയാണെങ്കിൽ ആ യൂണിവേഴ്സിലേക്ക് കടക്കാൻ പോലും സാധിക്കുന്നില്ല. കടുത്ത ചൂടും ഭയാനകമായ സാഹചര്യവും. ഇരുവരും പേടിച്ച് വാതിലടച്ചു. ആ യൂണിവേഴ്സിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഭൂമിക്ക് അറ്റ്മോസ്ഫിയർ ഇല്ല. ഭൂമിയിലുള്ള മനുഷ്യരൊക്കെ കത്തിക്കരിഞ്ഞു പോയി. സൂര്യൻ ഒരുപാട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഒരു റെഡ് ജയന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സൂര്യൻ ഒരു സ്റ്റാർ ആണ്. അതിലെ ഹൈഡ്രജൻ തീരുമ്പോൾ സൺ എക്സ്പാൻഡ് ആവും, ഒരുപാട് വലുതാവും. ഇങ്ങനെ വലുതാവുമ്പോൾ എന്ത് സംഭവിക്കും? ഭൂമിയിലെ വെള്ളമെല്ലാം വറ്റിപ്പോവും. ആർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാവും. ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ഇല്ലാണ്ടാവും. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ കണ്ട ആ റിയാലിറ്റി. അവിടെ മനുഷ്യരൊക്കെ മരിച്ച് ഒരുപാടായി. മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വർഷങ്ങളായി. ആ സമയം ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ജേസൺ വാതിലടച്ചത് കൊണ്ട് മാത്രം ഇരുവരും രക്ഷപ്പെട്ടു. ഇങ്ങനെയായപ്പോൾ അമാൻഡയ്ക്ക് അങ്ങ് പേടിയായി, വെപ്രാളമായി. ഇങ്ങനൊന്നും ആയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഈ കോറിഡോറിലൂടെ കുറേ ഓടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർ എത്ര ഓടിയെന്ന് പറഞ്ഞാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. വെറുതെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. ജേസനും പുള്ളിക്കാരുടെ പിന്നാലെ ചെന്ന് അമാൻഡ പറയുന്നത് കേൾക്ക്, ഇപ്പം നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. മെയിനായിട്ട് നമുക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന സമയം കളയല്ലേ. ഇവിടെ എന്ത് വേണേലും സംഭവിക്കാം. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ആണ്. എന്ത് തരത്തിലുള്ള ലോകവും നമുക്ക് മുന്നിൽ വന്നേക്കാം. നമ്മളെ പോലെയുള്ള മറ്റൊരു ജേസനെയും അമാൻഡയും പോലും നമുക്കിവിടെ കാണാൻ പറ്റിയേക്കാം. നമുക്ക് രണ്ടാൾക്കും അവിടുന്ന് രക്ഷപ്പെട്ട് ബോക്സിനകത്ത് കയറാൻ പറ്റി. എന്നാൽ അങ്ങനെ ബോക്സിൽ എത്താൻ പറ്റാത്ത ഒരു ജേസനും അമാൻഡയും വരെ ഇവിടെ ഉണ്ടാവും. ഇതിങ്ങനെയാണ് ഈ ലോകം. പ്ലീസ് പറയുന്നത് കേൾക്ക്, നമുക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് ജേസൺ അടുത്ത വാതിൽ തുറന്നപ്പോൾ ദേ ഇവര് വെലോസിറ്റിയിൽ എത്തിയിരിക്കുന്നു. പുറത്തിറങ്ങി നോക്കി ശ്വസിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഒത്തിരി ഫ്യൂച്ചറിലുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് പാസ്റ്റിലുള്ളതോ ആയിട്ടുള്ള യൂണിവേഴ്സ് ഒന്നുമല്ല. ഇവരുടെ അതേ ടൈം ലൈൻ ഒക്കെ തന്നെയാണ്. അവിടെ ആവട്ടെ ദേ മറ്റൊരു അമാൻഡയും ജെയ്സണും ഓടി വന്ന് രക്ഷപ്പെട്ട് ബോക്സിനകത്ത് കയറാൻ ശ്രമിക്കുവാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരിരുവരും ഓടി വന്ന് ബോക്സിനകത്ത് കയറുന്നതിന് മുമ്പ് ആ യൂണിവേഴ്സിലെ ലേറ്റൻ അവരെ കണ്ടുപിടിച്ച് ഷൂട്ട് ചെയ്തു. അതായത് ഈ വാതിൽ തുറന്ന് ഈ റിയാലിറ്റിയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ ജേസൺ പറഞ്ഞ പോലെ ഒരു റിയാലിറ്റിയിലാണ് ഇവരിപ്പോൾ എത്തിയത്. ആ റിയാലിറ്റിയിലെ ലേറ്റൻ ഇപ്പൊ ഈ റിയാലിറ്റിയിലേക്ക് എത്തിയ നമ്മുടെ ജേസനെയും അമാൻഡയും കണ്ടു. ഇവരെ കണ്ട് അവൻ ഷോക്കായി. ഇത് മറ്റൊരു റിയാലിറ്റിയിൽ നിന്ന് വന്ന് ഇവരാണെന്ന് മനസ്സിലാക്കി. ഇവർക്ക് നേരെ വന്നപ്പോഴേക്കും അപകടമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജേസൺ അമാൻഡയും പിടിച്ച് ബോക്സിനകത്ത് കയറി വാതിലടച്ചു. പിന്നെ അങ്ങോട്ട് ജേസൺ കുറേയധികം വാതിലുകൾ തുറന്നു നോക്കുന്നു. ഓരോന്നിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുള്ള യൂണിവേഴ്സുകൾ. ചിലത് വാതിൽ തുറക്കുന്നത് തന്നെ കടലിന് നടുക്ക് വെച്ച്, അല്ലെങ്കിൽ മണ്ണിനടിയിൽ കടുത്ത ചൂടുള്ളിടത്ത്. ഇങ്ങനെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വിധമുള്ള ഒത്തിരി യൂണിവേഴ്സിന്റെ ഡോർസ് ഇവർ തുറക്കുന്നുണ്ട്. കുറേ ആയപ്പോൾ അമാൻഡയ്ക്ക് അങ്ങ് മടുത്തു. തങ്ങളൊരു ട്രാപ്പിൽ പെട്ടുപോയി എന്നൊക്കെ വിചാരിക്കുന്ന പുള്ളിക്കാരി അധികം ഒന്നും ചിന്തിക്കാതെ ഒരു വാതിൽ വലിച്ചു തുറന്നു. അതിനുള്ളിൽ മുഴുവൻ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലാണെങ്കിലും പുള്ളിക്കാരി അധികം ഒന്നും വിചാരിക്കാതെ അവിടെ അങ്ങ് ഇറങ്ങി. ആലോചിക്കാതെ വെപ്രാളപ്പെട്ട് ഇവള് മണ്ടത്തരം കാണിക്കുവാണെന്നുണ്ടെങ്കിലും ജെയ്സന് പുറകെ ചെല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവൾ അങ്ങനെയാണ്. അവളുടെ തലച്ചോറ് അങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ആളും പുറകെ ചെന്നു. കുറേ അധികം യൂണിവേഴ്സുകളിലൂടെ ഇങ്ങനെ പോയപ്പോൾ അമാൻഡയ്ക്ക് ഒത്തിരി അങ്ങ് മടുത്തിരുന്നു. പുള്ളിക്കാരി നിൽക്കാതെ മുന്നോട്ട് തന്നെ പോയപ്പോൾ ജേസണും പിന്നാലെ ചെന്ന് മഞ്ഞ് മൂടപ്പെട്ട അവസ്ഥയിലുള്ള ആ യൂണിവേഴ്സിലെ ആ റിയാലിറ്റിയിലെ ഒരു ഫ്ലാറ്റിൽ കയറി ഇരുവരും അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യുവാണ്. കാരണം ഈ രാത്രി സമയം ഇവർക്ക് തിരിച്ചു പോകേണ്ട അല്ലെങ്കിൽ മറ്റൊരു റിയാലിറ്റിയിലേക്ക് പോകേണ്ട ആ ഒരു ബോക്സ് എവിടെയാണെന്ന് തപ്പിപ്പിടിക്കാന്നുള്ളത് പോലും ഇനിയിപ്പോൾ പോസിബിൾ അല്ല. നേരം വെളുക്കട്ടെ, പിന്നീട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ഇരുവരും തൽക്കാലം അവിടെ സ്റ്റേ ചെയ്യുന്നു. ഇതേ സമയം ബോക്സിനകത്ത് കയറി പെട്ടുപോയി നമ്മുടെ ലേറ്റൻ ഏതോ വാതിൽ തുറന്ന് ഏതോ യൂണിവേഴ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. സെയിം ടൈം നമ്മുടെ ജേസന്റെ യൂണിവേഴ്സിൽ ഇവിടെ ഇപ്പൊ ജീവിക്കുന്ന ഈ ജേസൺ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ കോളേജിലെ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഈ യൂണിവേഴ്സിലെ മില്യണയർ ആയിട്ടുള്ള ലേറ്റനെ കാണാൻ വരുവാണ്. അതെ, ഇവിടെയും ലേറ്റൻ ഒരു മില്യണയർ ആണ്. പുള്ളിക്കാരൻ എന്തൊക്കെയോ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ആളുടെ ലൈഫിൽ മൊത്തത്തിൽ ഒരു മടുപ്പ് അവസ്ഥയാണ്. ബോക്സ് ക്രിയേറ്റർ ജേസൺ അയാളെ കണ്ട് അയാളോടൊരു ബിസിനസ് പ്രപ്പോസൽ നടത്തി കുറേ പൈസ ഉണ്ടാക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അത്രത്തോളം എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ അങ്ങേര് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. ആദ്യം ലേറ്റൻ ഇൻവെസ്റ്റ് ചെയ്യാനേ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇദ്ദേഹം ഒരു വിധത്തിൽ പലതും പറഞ്ഞ് കൺവിൻസ് ചെയ്തെടുത്തു. ലേറ്റനെ വിളിച്ച് ബോക്സിന്റെ അവിടെ കൊണ്ടുവന്ന് അവനെ മറ്റൊരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോവാണ്. സെയിം ടൈം മഞ്ഞ് മൂടപ്പെട്ട റിയാലിറ്റിയിൽ പെട്ടുപോയ നമ്മുടെ ജേസണും അമാൻഡയും തീയൊക്കെ കാഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ്. ബോക്സും
മഞ്ഞിൽ മൂടിപ്പോയി. ഇനിയിപ്പോൾ ബോക്സ് കണ്ടുപിടിക്കാതെ മറ്റൊരു റിയാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാനും പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ അമാൻഡ അവളുടെ ചെറുപ്പകാലത്ത് അവളുടെ അച്ഛനോടൊപ്പം സ്കീയിങ്ങിന് പോയി എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. അന്ന് ആ ഒരു കോൾഡ് സീസണിൽ അവർ കാറിൽ സഞ്ചരിച്ചതും ആ ഒരു സമയത്തെ തണുത്ത് പുറച്ചിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ പുള്ളിക്കാരി ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അമാൻഡ ഒരു മിനിറ്റ്, ഈ കാര്യങ്ങളൊക്കെ നീ ഈ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ആലോചിച്ചായിരുന്നോ? അമാൻഡയും ഒന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചിരുന്നു, ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വാതിൽ തുറന്നത്. ഉടനെ ജെയ്സന് കത്തി. അതായത് ഇവർ ഓരോ റിയാലിറ്റിയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ്, ആ വാതിൽ തുറക്കുന്നതിന് തൊട്ടു മുമ്പ് ഇവരെന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത്, ഇവരുടെ മൈൻഡിലൂടെ പാസ് ചെയ്യുന്നത് എന്താണോ അതിനാനുപാതികമായിട്ടുള്ള യൂണിവേഴ്സിലേക്കാണ് ഇവർ എത്തപ്പെടുന്നത്. മുമ്പ് നമ്മുടെ ജേസൺ ഒരു വാതിൽ തുറക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മളൊരു ലോകത്ത് എത്തിപ്പെട്ടാൽ അവിടെ ഒരു അമാൻഡയും ജേസണും ഉണ്ടാവാം. വെലോസിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവർക്ക് ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെട്ട പോലെ രക്ഷപ്പെടാൻ പറ്റണമെന്നില്ല എന്നൊക്കെ. അത് പറഞ്ഞിട്ട് അവൻ തുറന്ന വാതിൽ അവരെ എത്തിച്ചതോ അതേപോലെ ഒരു റിയാലിറ്റിയിലാണ്. അപ്പോൾ ഇതാണ് ഈ ബോക്സിന്റെ സീക്രട്ട്. നമ്മുടെ മൈൻഡാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി. നമ്മുടെ ജേസൺ അവന്റെ സ്വന്തം റിയാലിറ്റിയെ പറ്റി തിങ്ക് ചെയ്ത് വാതിൽ തുറന്നാൽ അവിടെ എത്താൻ സാധിക്കും. പക്ഷേ ഇപ്പൊ ഈ മഞ്ഞ് മൂടപ്പെട്ട ഈ റിയാലിറ്റിയിലുള്ള പ്രധാന പ്രശ്നം മഞ്ഞ് മൂടിപ്പോയ ബോക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ. GPS ലൊക്കേഷൻ എക്സാക്ട് കോർഡിനേറ്റ്സ് വെച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ GPS ഫ്രീസ് ആയിപ്പോയി. ഇത്രയും തണുത്ത ഈ കാലാവസ്ഥയിൽ ഇവർക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ബോക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് അമാൻ്റെ ഒരു കോമ്പസ് എടുത്ത് അതിൽ നോക്കിയപ്പോൾ ശരിക്കും നോർത്ത് പോളിലേക്കല്ല ഇപ്പോൾ നോർത്ത് കാണിക്കുന്നത്. കോമ്പസിൽ കുറേ ഡിഗ്രീസ് വ്യത്യാസമുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബോക്സ് ആണ് കാരണം. ബോക്സ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ബോക്സ് ഇവർ നിൽക്കുന്നതിനടുത്തായിട്ട് തന്നെ ഉണ്ടെന്നല്ലേ. ഇരുവരും കോമ്പസിന്റെ കൂടെ സഹായത്തോടെ അങ്ങനെ നോക്കി പോയി ഒടുക്കം ബോക്സ് കണ്ടുപിടിച്ചു. കുറച്ചധികം മെനക്കെട്ടെങ്കിലും രണ്ടാൾക്കും വിവരവും ബുദ്ധിയും ഉള്ളതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റി. ബോക്സിൽ കയറിയപ്പോഴാണ് നമ്മുടെ ജേസൺ ഇന്ന് ചാർലിയുടെ ജന്മദിനമാണെന്നുള്ള കാര്യം ആലോചിക്കുന്നത്. അവൻ ഇന്ന് 16 വയസ്സാകുവാണ്. ഇതിവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ഡേ അല്ലല്ലോ, മാക്സിന്റെ ഓർമ്മ കൂടിയല്ലേ. പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് ജേസൺ അമാൻഡയോട് എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. സെയിം ടൈം ഇവന്റെ റിയാലിറ്റിയിൽ നമ്മുടെ ഡാനിയേല ചാർലിയോടൊപ്പം ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുന്നു. മരണപ്പെട്ട മാക്സിന്റെ ഓർമ്മയ്ക്കായി ഇവരൊരു മരം നട്ടിരുന്നു. ചാർലിയുടെ എല്ലാ ജന്മദിനത്തിലും അല്ലെങ്കിൽ മാക്സിന്റെ ഓർമ്മ ദിവസം ജേസണും ഡാനിയേലയും ചാർലിയും അവിടെ ചെന്ന മരത്തിന് മുന്നിൽ ഇരിക്കാറുണ്ട്. ഇത്തവണ നമ്മുടെ ജേസൺ അവരോടൊപ്പം ഇല്ല. കാരണം ജേസൺ ഈ ബോക്സിനകത്താണല്ലോ, പെട്ടുപോയല്ലോ. എന്നാൽ ആ ലോകത്തുള്ള ബോക്സ് ക്രിയേറ്റർ ജേസണോ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി എല്ലാ വർഷവും നടത്തുന്നുണ്ടെന്നുള്ള കാര്യം പോലും അറിയാതെ ലൈറ്റിനെയും കൂട്ടിക്കൊണ്ടുപോയി പല പല റിയാലിറ്റികൾ കാണിച്ചു കൊടുത്ത് ബോക്സിന്റെ സാധ്യത പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരുവാണ്. ലെയ്റ്റൺ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. എത്ര പണം വേണേലും ഇതിനുവേണ്ടി മുടക്കാന്നുള്ള മട്ടായി. ബോക്സ് എങ്ങനെയാണ് കൃത്യമായി ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായി ലെയ്റ്റണ് പഠിപ്പിച്ചു കൊടുത്തു. ഈ ലോകം അത്രത്തോളം വെറുത്തിരുന്ന, ഇവിടെ എല്ലാം ബോറിംഗ് ആണെന്ന് വിചാരിച്ചിരുന്ന ലെയ്റ്റണ് ഇത് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. സെയിം ടൈം ബോക്സിനുള്ളിലുള്ള നമ്മുടെ ജേസൺ ഫസ്റ്റ് ടൈം പുള്ളിക്കാരൻ ഈ ബോക്സ് വഴി ട്രാവൽ ചെയ്ത് എങ്ങനെയാണ് അമാൻഡയുടെ ആ ഒരു റിയാലിറ്റിയിൽ എത്തിയത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹമായിട്ട് ചൂസ് ചെയ്തതല്ലല്ലോ. ഇവളുടെ റിയാലിറ്റിയിലെ ബോക്സ് ക്രിയേറ്റർ ആയിട്ടുള്ള ജെയ്സൺ, അവളോടൊപ്പം ജീവിച്ചിരുന്ന ബോക്സ് ക്രിയേറ്റർ ആയിട്ടുള്ള ജെയ്സൺ ഇവനെ ഇവിടെ എത്തിച്ചതാണ്. അവൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റിയാലിറ്റീസ് ഉള്ള ഈ ഒരു ലോകത്തുനിന്ന് എന്തുകൊണ്ട് ഈ ജെയ്സനെ തന്നെ ചൂസ് ചെയ്തു? വേണമെങ്കിൽ ഇതിലും ഒരുപാട് ബെറ്റർ ആയിരുന്ന, ബെസ്റ്റ് ആയിരുന്ന ഏതെങ്കിലും ഒരു ജെയ്സനെ ചൂസ് ചെയ്യാമായിരുന്നല്ലോ. കാരണം മറ്റൊന്നുമല്ല, ഡാനിയേലയും ചാർലിയുമാണ്. അവരോടൊപ്പമുള്ള ജീവിതമാണ് ബോക്സ് ക്രിയേറ്റർ ജെയ്സൺ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് ജെയ്സൺ ഫാമിലി ആയിട്ട് ഡാനിയേലോടൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു റിയാലിറ്റിയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ നമ്മുടെ ഈ ജെയ്സന്റെ റിയാലിറ്റിയിലെത്തി ഇവനെ തട്ടിക്കൊണ്ടുവന്ന് ഇപ്പുറത്തെ റിയാലിറ്റിയിലിട്ടിട്ട് അവൻ അവിടെ ജീവിക്കാൻ തുടങ്ങി. അവിടെ നമ്മുടെ ജെയ്സന്റെ ഒറിജിനൽ റിയാലിറ്റിയിൽ ബോക്സ് ക്രിയേറ്റർ ജെയ്സൺ കാര്യങ്ങളൊക്കെ വിശദമായി ലെയ്റ്റണുമായി ഡിസ്കസ് ചെയ്തതിനു ശേഷം ചാർലിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു പുതിയ കാറും വാങ്ങി ഡാനിയേലയ്ക്ക് കുറച്ച് പൂവൊക്കെ ആയിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. പൂവൊക്കെ കൊടുത്ത് ഡാനിയേലയെ മയക്കിയിട്ട് ചാർലിക്ക് കാറ് കൊടുത്തപ്പോൾ ഡാനിയേലയ്ക്ക് ആകെ അങ്ങ് സംശയം, ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നേ? ഈ കാറൊക്കെ വാങ്ങാനുള്ള പൈസ ഇവിടുന്ന് കിട്ടി? നീ ഞെട്ടിയോ ഡാനി ചേച്ചി? ഇനി ഞെട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. എന്തിനും എന്താ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നേ? ഇതിനുള്ള പൈസയൊക്കെ ഇവിടുന്ന് കിട്ടി? കുറെ നാളായിട്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുമല്ലേ, ഇനി അതൊന്നും വേണ്ട. നീയും നിന്റെ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഫുള്ളായിട്ട് പെയിന്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തോ. നിനക്ക് ഓർമ്മയില്ലേ ചാർലി ജനിക്കുന്നതിന് മുമ്പ് ഞാനൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിരുന്നത്? ഞാൻ ആ പ്രൊജക്ട് റീസ്റ്റാർട്ട് ചെയ്തു. ലെയ്റ്റൺ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന്. കട്ട് ചെയ്താൽ ബോക്സിനകത്ത് കയറി പറ്റിയ ലെയ്റ്റണില്ലേ, അതായത് നമ്മുടെ ഹീറോ രക്ഷപ്പെട്ടു വന്ന ആ ഒരു യൂണിവേഴ്സിൽ നിന്ന് ബോക്സിനകത്തേക്ക് കയറിയവൻ. ആള് ഏതൊക്കെയോ യൂണിവേഴ്സിൽ ചെന്നിറങ്ങി അവിടുന്ന് കിട്ടാവുന്ന അടിയൊക്കെ വാങ്ങി പിന്നെയും ഇങ്ങനെ നടന്നു പോവാണ്. ബോക്സിന്റെ രഹസ്യങ്ങളും ഓരോ റിയാലിറ്റിയിൽ നിന്ന് മറ്റൊരു റിയാലിറ്റിയിലേക്ക് പോകുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങളും ഒന്നും അറിയാത്ത ഇങ്ങേര് വീണ്ടും ഓരോരോ വാതിലുകൾ തുറന്നു നോക്കുന്നു. വാസയോഗ്യമല്ലാത്ത യൂണിവേഴ്സ് ആണെന്ന് കണ്ട് പിന്നെയും വാതിലുകൾ തുറന്ന് അങ്ങനെയും മുന്നോട്ട് പോകുന്നു. ആളുടെ അവസ്ഥ കണ്ടിട്ട് എത്രയും വേഗം കുടിക്കാൻ വെള്ളമെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇതിനകത്ത് കിടന്ന് തന്നെ മരിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ ജേസനും അമാൻഡയും ബോക്സിന്റെ ട്രിക്കൊക്കെ മനസ്സിലാക്കി വാതിൽ തുറന്നപ്പോഴോ ഒത്തിരി വെള്ളമുള്ളൊരു യൂണിവേഴ്സ്. ജലനിരപ്പ് ഒരുപാട് ഉയർന്നിരുന്ന ആ ഒരു റിയാലിറ്റിയിൽ നിന്ന് ഒരു വിധത്തിലാണ് ഇവർ കഷ്ടപ്പെട്ട് ബോക്സിന്റെ ഡോർ അടച്ച് രക്ഷപ്പെടുന്നത്. ബോക്സിനകത്തും ഒരുപാട് വെള്ളം കയറിയിരുന്നു. എന്നാൽ ബോക്സ് അടയ്ക്കുന്ന സമയം തന്നെ ഇതൊരു കോറിഡോർ പോലെ ആയി മാറുന്നത് കൊണ്ട് വെള്ളമെല്ലാം അങ്ങ് താണുപോയി. ഇവിടെ ഇപ്പോൾ ബോക്സിന്റെ ട്രിക്ക് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേസന്റെ മനസ്സിൽ ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അതിശക്തമായി തന്റെ വീട്ടിലെത്തണം, തന്റെ റിയാലിറ്റിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവന്റെ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾഡ് അല്ലാത്ത അവസ്ഥയിലാണ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവന്
യൂണിവേഴ്സിൽ എത്താൻ സാധിക്കില്ല. ഇവിടെ ഇപ്പോൾ ജേസൺ ഒറ്റയ്ക്കല്ല, അമാൻഡയുടെയും കൂടി ഇമോഷൻസ് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ അടുത്ത വാതിൽ തുറക്കണ്ട, കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഒന്ന് സമാധാനപ്പെട്ട് ഇമോഷൻസിനെ ഒന്ന് സ്റ്റേബിൾ ആക്കിയതിന് ശേഷം അടുത്ത വാതിൽ തുറന്ന് ശ്രമിക്കാമെന്ന് പറയുകയാണ് അമാൻഡ. അങ്ങനെ ഇരുവരും വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ ടെസ്റ്റിംഗ് ഭാഗമായിട്ട് എത്ര പേര് ഇതിലൂടെ പോയിട്ടുണ്ട്, എന്തൊക്കെയാണ് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെന്ന് അമാൻഡ ഷെയർ ചെയ്യുന്നുണ്ട്. ബോക്സ് റെഡി ആയതും ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ലീഡ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത ബ്ലെയർ ആയിരുന്നു. ആൾ ബോക്സിലൂടെ ട്രാവൽ ചെയ്തു, എങ്ങോട്ട് പോയി ഇതുവരെയും ഒരു ഐഡിയ ഇല്ല. ഇതുവരെയും അവളുടെ സ്വന്തം റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. മറ്റേതെങ്കിലും റിയാലിറ്റിയിൽ എത്തിയോ, എവിടെയെങ്കിലും എത്തി ഐഡന്റിറ്റി ചേഞ്ച് ചെയ്ത് ജീവിക്കുവാണോ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല. നമ്മുടെ ജേസന്റെ ഒറിജിനൽ റിയാലിറ്റിയിലും ഇതേപോലെ ഒരു ബ്ലെയർ ഉണ്ടല്ലോ, അവിടെ പുള്ളിക്കാരി വക്കീലാണ് എന്നൊക്കെ പറയുന്നു. നമ്മുടെ ജേസന്റെ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമൊക്കെയാണ്. ശരിക്കും ആ പുള്ളിക്കാരി ഇവിടുന്ന് പോയ പുള്ളിക്കാരി അല്ലെന്നൊരു ഉറപ്പില്ല ഇതുവരെ. മേ ബി ഇതേ ബ്ലെയർ തന്നെ ആവാം ആ ബ്ലെയർ. ഒരുപക്ഷെ അവിടെ എത്തിയിട്ട് പുതിയ ഐഡന്റിറ്റിയിൽ വക്കീലായിട്ട് അവിടെ ജീവിച്ചു വരുന്നതാവാം. ബ്ലെയറിന് ശേഷം ഈ ഒരു ബോക്സ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അനോണിമസ് കോൾ നടത്തി കമ്പനി രണ്ടുപേരെ കണ്ടുപിടിച്ചു. അവർക്കും കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തു. രണ്ടാളും ബോക്സിലൂടെ എങ്ങോട്ടൊക്കെയോ ട്രാവൽ ചെയ്തു. ഇതുവരെയും അവരെ പറ്റി ഒരു ഇൻഫോർമേഷനും ഇല്ല. അതിനും ശേഷമാണ് ബോക്സ് ക്രിയേറ്റർ ആയിട്ടുള്ള ജേസൺ ട്രാവൽ ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജേസണും അമാൻഡയും ട്രാവൽ ചെയ്തു. ആൻഡ് അതിനും ശേഷം അവിടുത്തെ ലേറ്റൻ ട്രാവൽ ചെയ്തു. ലേറ്റന്റെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ, ഭാഗ്യം ഉണ്ടെങ്കിൽ, അത്രയും ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം ആ മനുഷ്യൻ രക്ഷപ്പെടും. ജേസണും അമാൻഡയും എന്തായാലും കുറേ സമയം ഈ ബോക്സിൽ സ്പെൻഡ് ചെയ്ത് അങ്ങനെ അവരെ ഉറങ്ങിപ്പോയി. ബോക്സിലൂടെ റിയാലിറ്റി ടു റിയാലിറ്റി ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു മെഡിന്റെ എഫക്റ്റും കഴിഞ്ഞിരുന്നു. എഴുന്നേറ്റ് നോക്കിയപ്പോഴോ കോറിഡോറൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ജസ്റ്റ് ബോക്സ് മാത്രം, ഒരേ ഒരു വാതിൽ മാത്രം. കാരണം രണ്ടാളും ഇഞ്ചെക്ട് ചെയ്തിരുന്ന മെഡിന്റെ എഫക്റ്റ് കഴിഞ്ഞല്ലോ. വീണ്ടും ഇഞ്ചെക്ട് ചെയ്തെങ്കിൽ മാത്രമേ കോറിഡോർ വിസിബിൾ ആവത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ആകെയും പോകുകയും ഒരേ ഒരു ഡോർ മാത്രമേ ഉള്ളൂ. ഇവരുടെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇങ്ങനെ കോറിഡോർ ഇല്ലാത്ത സമയത്ത് നമ്മളൊരു വാതിൽ തുറന്നാൽ എന്താ സംഭവിക്കുക എന്നറിയാൻ വേണ്ടി പതിയെ ശ്രദ്ധയോടെ അത് തുറന്നു. പുറത്ത് നോക്കിയപ്പോൾ ഇത് വെലോസിറ്റി ആണെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇവരിനി ഇപ്പോൾ യാത്ര തുടങ്ങിയ അതേ റിയാലിറ്റിയിൽ അതേ വെലോസിറ്റിയിൽ തന്നെ തിരിച്ചെത്തിയോ? ചുറ്റുപാട് നോക്കിയപ്പോൾ എന്തായാലും ആ ഒരു റിയാലിറ്റി ആണെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ സാധനങ്ങളെല്ലാം ഒരു അടുക്കും ചിട്ടയുമില്ലാതെ തട്ടിത്തെറിപ്പിച്ചൊക്കെ ഇട്ടേക്കുന്നു. ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയ, കറണ്ട്ലി ആരും വർക്ക് ചെയ്യാത്ത ഒരു വെലോസിറ്റി പോലെയുണ്ട്. അത്യാവശ്യമായിട്ട് ഫുഡും വെള്ളവും ഒക്കെ വേണം, സർവൈവ് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കി ചെന്നപ്പോൾ ഇവർ കാണുന്നതോ ഒരു ശവശരീരം. ആള് മരിച്ചിട്ട് ഒരുപാടായി, ശരീരമൊക്കെ അഴുകി, അതും തലയിലൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട്. ഇവിടം അപകടമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ദേ ഒരു പുള്ളിക്കാരി വന്ന് ഇവർക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. ആളുടെ ശബ്ദം കേട്ടത് നമ്മുടെ അമാൻഡയ്ക്ക് ഒരു സംശയം, ഇത് ബ്ലെയർ അല്ലേ? അമാൻഡയെ മനസ്സിലായതും ബ്ലെയർ വന്ന് ഇവളെയും കെട്ടിപ്പിടിച്ച് കരയുന്നു. അമാൻഡയുടെ ആ ഒരു യൂണിവേഴ്സിൽ നിന്ന് ബോക്സിലൂടെ ട്രാവൽ ചെയ്ത് വന്ന ബ്ലെയർ ആണിത്. എത്രയോ നാളിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അതിന്റെ ആ ഒരു സന്തോഷത്തിലും ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ ആയതിന്റെ വിഷമത്തിലും ഇരുവരും കുറച്ചൊന്ന് കരഞ്ഞിട്ട് ഇതുവരെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഈ ബ്ലെയർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമ്മുടെ ജേസന്റെ യൂണിവേഴ്സിലുള്ള ബ്ലെയർ പ്രശ്നക്കാരിയല്ല. അതായത് മറ്റൊരു റിയാലിറ്റിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്ന് അവിടെ ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കി ജീവിക്കുന്നുള്ളൊന്നുമല്ല. അവിടെ തന്നെ ജനിച്ച് വളർന്ന ആളാണ്. ആ പുള്ളിക്കാരി ഒരു ലോയർ ആണല്ലോ. അതുപോലെ തന്നെ ഈ ബ്ലെയറും ലോ സ്കൂളിൽ ചേരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റിലായി പോയതുകൊണ്ട് പിന്നീട് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുമായിരുന്നു എന്ന്. ബ്ലെയർ ജേസനും അമാൻഡയ്ക്കും ഫുഡെല്ലാം കൊടുത്തു. ഈ റിയാലിറ്റിയിൽ എത്തിപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരുടെ മുഖത്തൊരു ഭയം പ്രകടമാണ്. എന്തുകൊണ്ടെന്നാൽ ബ്ലെയർ ഈ റിയാലിറ്റിയിൽ എത്തുന്ന സമയത്ത് ഇവിടെയും ഒരു മനുഷ്യൻ പോലും ഇല്ല, പവർ ഇല്ല. ഒരു ജനറേറ്റർ ബാക്കപ്പ് കണ്ടുപിടിക്കാൻ പറ്റിയതുകൊണ്ട് സിസ്റ്റത്തിൽ കയറി എന്താ സംഭവിച്ചതെന്നുള്ളത് പുള്ളിക്കാരിക്ക് കണ്ടെത്താൻ സാധിച്ചു. എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ജീവി, ആ ജീവി വന്ന് മനുഷ്യരെ എല്ലാം ആക്രമിച്ച് അവരെ എല്ലാം കൊലപ്പെടുത്തിയിരിക്കുന്നു. ഈ റിയാലിറ്റിയിലെ ബ്ലെയറിനെ ഉൾപ്പെടെ ഒരുപാട് പേരെ അങ്ങനെ ജീവികൾ ആക്രമിച്ച് കൊന്നുകളഞ്ഞു. ഇതുങ്ങളെ കണ്ടിട്ട് ഈ ബൈബിളിലൊക്കെ പറയുന്ന ലോക്കസ്റ്റ് പോലെ എന്തോ ഒരു ടൈപ്പ് ഓഫ് ജീവികളാണെന്ന് തോന്നുന്നു. ദൈവം പറയുന്നതെല്ലാം അനുസരിക്കാതിരുന്നാൽ ദൈവം ലോക്കസ്റ്റിനെ വിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുമെന്ന് പറയുന്നൊരു ഭാഗമുണ്ടേ. അതേ കണക്ക് ചിലപ്പോൾ ഈ റിയാലിറ്റിയിലെ ദൈവം ലോക്കസ്റ്റിനെ വിട്ട് ഇവിടുത്തെ ആളുകളെല്ലാം തീർത്ത് കളഞ്ഞതാണെങ്കിലോ? എല്ലാവരും മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ബോറടിച്ചിട്ട് നമ്മുടെ ബ്ലെയറിനെ ഇങ്ങോട്ട് എത്തിച്ചതുമാവാം. അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ബ്ലെയറിന് ഈ ഒരു റിയാലിറ്റിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള ധൈര്യമില്ല. പുള്ളിക്കാരി അതിന് തയ്യാറല്ലായിരുന്നു എന്നാണ് പറയുന്നത്. വൺസ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെയുള്ള ആ ഒരു പേടിയാവാം റീസൺ. ഇതേപോലെ എത്ര നാൾ മറ്റാരുമില്ലാത്ത ഈ ഒരു യൂണിവേഴ്സിൽ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പൊ എന്തായാലും ഇവരിവിടെ എത്തിപ്പെട്ടില്ലേ, ഇവരുടെ കൂടെ വന്നുകൂടെ നമ്മുടെ അമ്മാന്റെ ചോദിക്കുന്നുണ്ടെങ്കിലും ബ്ലെയർ തയ്യാറാവുന്നില്ല. താൻ ഇവിടെ ഓക്കെയാണ്, ഇവിടെ തന്നെ തുടരാനാണ് തീരുമാനം എന്നറിയിച്ചു. എന്തുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചില ആളുകളുണ്ടല്ലോ കുറച്ച് റിസ്ക് എടുത്താൽ ലൈഫ് ബെറ്റർ ആകും, നല്ലൊരു പൊസിഷനിൽ എത്താമെന്നിരിക്കെ അതിനൊന്നും ശ്രമിച്ചു പോലും നോക്കാതെ ലൈഫ് പിന്നെയും വേഴ്സ് ആക്കുന്ന അങ്ങനെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ. അതുവല്ലാണോ ഈ പുള്ളിക്കാരിയുടെ പ്രശ്നം? അതല്ലെങ്കിൽ ഇത്രയും നാൾ ഒറ്റയ്ക്ക് ഇവിടെ ജീവിച്ച് റിലേ അടിച്ചു പോയതായിരിക്കുമോ? ഇവിടെ തന്നെ അങ്ങ് തുടരുക, അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ്, ആ ഒരു വിശ്വാസി ടൈപ്പ്. എന്തുകൊണ്ട് എന്നതിന് വ്യക്തമായ ഒരു ഉത്തരവില്ല. ഞാൻ ഇവിടെ തന്നെ തുടർന്നോളാം, അത്ര തന്നെ. ഇന്നേരം ബോക്സ് ക്രിയേറ്റർ ജേസൺ ആവട്ടെ ആ റിയാലിറ്റിയിലെ ലേറ്റനെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന് വ്യക്തമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മെഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, യൂസ് ചെയ്താൽ എത്ര സമയം അതിന്റെ എഫക്റ്റ് ഉണ്ടാവും, മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്, എന്തൊക്കെ ചെയ്തുകൂടാന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയാൽ, അതായത് റിയാലിറ്റി ടു റിയാലിറ്റി ട്രാവൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു റിയാലിറ്റിയിൽ ചെന്ന് അവിടെയുള്ള പണം എടുത്തുകൊണ്ട് മറ്റൊരു റിയാലിറ്റിയിൽ ചെന്ന് അങ്ങനെയൊക്കെ ഭയങ്കര ലെവലിൽ എത്താൻ പറ്റുമല്ലോ. അതിന്റെ
ഇതിൻ്റെയൊക്കെ സാധ്യതകളെ പറ്റി ചോദിച്ചപ്പോൾ അതത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഈ ജേസൺ പറയുന്നത്. കാരണം ഓരോ റിയാലിറ്റിയിലും പണത്തിന് ഡിഫറൻസ് ഉണ്ട്. ഒരു റിയാലിറ്റിയിലെ പണം തന്നെ അതേ സീരിയൽ നമ്പറിൽ മറ്റൊരു റിയാലിറ്റിയിൽ യൂസ് ചെയ്യണമെന്നില്ല, ഡിഫറൻ്റ് ആയിരിക്കും. നമ്മുടെ റിയാലിറ്റിയിൽ നോട്ടിൽ ഗാന്ധിജിയുടെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു റിയാലിറ്റിയിൽ അത് ഗണ്ഡിയുടെ ഫോട്ടോ ആയിരിക്കും, വേറൊരിടത്ത് ജിയുടെ ഫോട്ടോ ആയിരിക്കും. അവിടുത്തെയൊക്കെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു റിയാലിറ്റിയിൽ നിന്ന് മറ്റൊരു റിയാലിറ്റിയിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയിട്ടും ഇങ്ങനെ പണം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് ഇതിനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഇവിടെ സാധ്യതകൾ അനന്തമാണ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പണം യൂസ് ചെയ്യുന്ന ലോകങ്ങളുണ്ടാവും, പണമേ യൂസ് ചെയ്യാത്ത ലോകങ്ങളുണ്ടാവും. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ കുറച്ച് ലെഫ്റ്റ് ആറ്റിറ്റ്യൂഡിലുള്ള എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒത്തിരി ലോകങ്ങളുണ്ടാവും. അങ്ങനെ സാധ്യതകൾ അവസാനിക്കുന്നേയില്ല. എന്നാൽ ഈ പറഞ്ഞ മൾട്ടിവേഴ്സിലുള്ള എല്ലാ റിയാലിറ്റിയിലേക്കും നമുക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ലെന്നാണ് ജേസന്റെ ഉത്തരം. മൾട്ടിവേഴ്സിലെ എല്ലാ പോസിബിലിറ്റീസിലേക്കും നമുക്ക് ആക്സസ് ഇല്ല എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ ലോകങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലോകത്ത് എത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ മനുഷ്യകുലത്തിന്റെ ഈ ഒരു ടൈം ലൈനിൽ മനുഷ്യന്റെ തീരുമാനങ്ങൾ മാറിയെടുത്തിരിക്കാനുള്ള സാധ്യതകളിലേക്ക് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കൂ എന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ജേസൺ ഡാനിയേലയുടെ കൂടെ ജീവിക്കാമെന്ന് തീരുമാനിച്ചത് ഒരു റിയാലിറ്റി. എന്നാൽ ഡാനിയേലയുടെ കൂടെ ജീവിക്കേണ്ട, കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ലൈറ്റിന്റെ കമ്പനിയായ വെലോസിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പ്രൊജക്റ്റിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ചത് മറ്റൊരു റിയാലിറ്റി. അന്ന് അദ്ദേഹത്തിന് മുന്നിൽ 2 ഓപ്ഷൻ വന്നപ്പോൾ അദ്ദേഹം ഒരെണ്ണം ചൂസ് ചെയ്തു. ഒരെണ്ണം ചൂസ് ചെയ്തതുകൊണ്ട് മറ്റേ ഓപ്ഷൻ മറ്റൊരു റിയാലിറ്റി ആയി മാറി, സ്പ്ലിറ്റപ്പ് ആയി പോയി. ഇതേപോലെ മറ്റുള്ള മനുഷ്യരാൽ സ്പ്ലിറ്റപ്പ് ആയി പോയിട്ടുള്ള റിയാലിറ്റീസിലേക്ക് മാത്രമേ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എല്ലാം ഇങ്ങനെ വിശദമായി പറഞ്ഞു കൊടുത്ത് ട്രെയിനിങ്ങിന്റെ ഭാഗമായി പല പല ലോകങ്ങളിൽ കൊണ്ടുപോയി കാണിക്കുന്നു. ഈ പരിപാടി ലേറ്റണങ്ങ് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ ഇത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹം. അതിനെന്ത് വേണം? മെഡ് വേണം. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ട്രാവൽ ചെയ്യാനായിട്ട് 10 മെഡ് മാത്രമേ കൊടുക്കൂ എന്ന് നമ്മുടെ ജേസൺ പറഞ്ഞിരുന്നെങ്കിലും ജേസൺ കൊടുക്കുന്ന ഓരോ മെഡിനും ഓരോ ഡോസിനും $1 മില്യൺ വീതം കൊടുക്കാമെന്ന് ഇവൻ ഓഫർ ചെയ്തു. ഇത് തന്നെയായിരുന്നു നമ്മുടെ ജേസണും വേണ്ടത്. ഓരോ ഡോസിനും $1 മില്യൺ വീതം. ഇവരുടെ പ്ലാനൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ജേസണും അമ്മാന്റെയും ബ്ലെയർ ഉള്ള ലോകത്തു നിന്ന് ഇവന്റെ ലോകത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ബ്ലെയറിന്റെ എക്സ്പീരിയൻസും ബ്ലെയർ ഇതുപോലെ ട്രാവൽ ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ നോട്ട് ചെയ്ത കാര്യങ്ങൾ അവരുടെ നോട്ട്സ് എല്ലാം കൂടെ വെച്ചിട്ട് പ്ലാൻ ചെയ്ത് കുറച്ചുകൂടെ മൈൻഡ് ക്ലിയർ ആക്കി ആലോചിച്ച് അങ്ങനെ ഡോറ് തുറന്നപ്പോൾ നമ്മുടെ ജേസനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവന്റെ റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ലുക്ക്, ഇവിടെയാണ് അവൻ എന്നെ കെട്ടിയിട്ടത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫൈനലി ഞാൻ എന്റെ റിയാലിറ്റിയിൽ തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ജേസൺ പുറത്തേക്ക് ഇറങ്ങി. ഈ റിയാലിറ്റിയിൽ ഇത് ആളനക്കൊന്നുമില്ലാത്തൊരു ഏരിയ ആണ്. അവിടെ ഒരു കാറ് കിടന്നു. രണ്ടാളും ആ കാർ എടുത്ത് എത്രയും വേഗം ജേസന്റെ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. കുറെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് ചെല്ലുമ്പോഴാണ് ഇവിടെ എങ്ങും ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല എന്നുള്ള കാര്യം ഇവർ റിയലൈസ് ചെയ്യുന്നത്. പൊതുസ്ഥലങ്ങളിലൊന്നും ആളുകളെ കാണുന്നില്ല. വലിയ വലിയ അപ്പാർട്ട്മെന്റുകളിലും റൂമുകളിലും ഒന്നും ആളുകളെ കാണുന്നില്ല. ഏതാ സംഭവിച്ചതെന്ന് വ്യക്തമായൊരു ഉത്തരമില്ല. ഇനിയൊരു പക്ഷേ ജനങ്ങളൊന്നും ഇല്ലാത്ത, ആളുകൾ ആരുമില്ലാത്ത യൂണിവേഴ്സിലാണോ ഇവർ എത്തിപ്പെട്ടത്? ഇതെന്തായാലും ജേസന്റെ യൂണിവേഴ്സ് അല്ല എന്ന് മനസ്സിലായി. എന്നാലും ജേസന്റെ വീടിന്റെ അവിടെ വരെ ഒന്ന് പോയി നോക്കാം, ഈ റിയാലിറ്റിയിലെ വീടിന്റെ അവിടെ വരെ ഒന്ന് പോയി നോക്കാം, ഏതാണ് അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് വരാമെന്ന് കരുതി നേരെ അങ്ങോട്ട് ചെല്ലുന്നു. വാതിലിൽ നോക്കി ചെയ്തു. വാതിൽ തുറന്നു കൊടുക്കുന്ന ഡാനിയലെ കണ്ടില്ലേ? പുള്ളിക്കാരിക്ക് എന്തോ വല്ലാത്ത അസുഖമാണ്. ജേസൺ, നിന്നെ അവര് കൊണ്ടുപോയതല്ലേ? നീ മരിക്കും എന്നാണല്ലോ പറഞ്ഞത്. ഞാനും അധികം വൈകാതെ മരിക്കും. നമ്മുടെ മോൻ ഓൾറെഡി പോയി. അവന്റെ ബോഡി എടുത്തുകൊണ്ട് പോകാൻ ഇതുവരെ ആരും വന്നില്ല. അതായത് എന്തോ ഒരു തരത്തിലുള്ള മഹാമാരി വ്യാപിച്ച് ആളുകളൊക്കെ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിത്. ഇവിടുത്തെ ജേസനെ നേരത്തെ ആരൊക്കെയോ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരായിരിക്കാം. അദ്ദേഹവും ഉടനെ തന്നെ മരണപ്പെടുമെന്ന് പറഞ്ഞിരുന്നു എന്ന് ഡാനിയല പറയുന്നുണ്ടല്ലോ. ഇവർക്ക് ആർക്കും രക്ഷയില്ല. ഈ ലോകം ഇങ്ങനെ നശിച്ചു. സെയിം ടൈം വീടിന് പുറത്ത് നമ്മുടെ അമാന്റെ അവിടെ നിൽക്കുന്നത് കണ്ട് സോൾജിയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഒരു വാഹനത്തിൽ അങ്ങോട്ട് വന്ന്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്നും മൂപ്പിക്കുന്നുണ്ട്. ജേസൺ അക്കൂട്ടത്തിലുള്ള ഡോക്ടറിനോട് തന്റെ ഭാര്യയ്ക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി വീടിനകത്ത് കയറി അവരെ പരിശോധിക്കുന്നു. പുറത്ത് നിൽക്കുന്ന ജേസണിലും അമാന്റെയിലും ഒരു റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇവർ രണ്ടുപേരും നെഗറ്റീവ് ആണ് എന്നും പറഞ്ഞു. എന്ത് നെഗറ്റീവോ? ഇവിടെ എന്ത് സംഭവിച്ചേ? ഇതെന്ത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കേണ്ട സാഹചര്യമല്ല ഇത്. ഇവിടെയുള്ള സകല ഹോസ്പിറ്റൽസും രോഗികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. വയ്യാണ്ടായിക്കൊണ്ടിരിക്കുന്ന, മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ട്രീറ്റ് ചെയ്യാനോ രക്ഷിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് ലോകം. അധികം താമസിയാതെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഡാനിയേല, ഈ റിയാലിറ്റിയിലെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഡാനിയേലയും മരണപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഈ രോഗം ബാധിച്ച് മരണപ്പെടുന്നത് ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഡോക്ടർ ഇവരുടെ കയ്യിൽ കുറച്ച് മോർഫീൻ എടുത്തു കൊടുത്തിട്ട് 5 എണ്ണം ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നോളും എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർ തന്നെ മോർഫീൻ എടുത്ത് കൊടുത്തിട്ട് ഒറ്റയടിക്ക് കൊടുത്തേക്ക്, കൊന്നു കളഞ്ഞേക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്ര മോശം പിടിച്ച അവസ്ഥയിലായിരിക്കും ഈ ലോകം. ഇവിടെ ഇപ്പോൾ ജേസനും മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ഡാനിയേലെ അദ്ദേഹത്തിന് ടച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല. ടച്ച് ചെയ്താൽ ഇദ്ദേഹത്തിനും രോഗം വരും. ഇനിയിപ്പോൾ മുന്നിലുള്ള ഒരേ ഒരു വഴി അധികം വേദന അനുഭവിപ്പിക്കാതെ ഡാനിയേലെ അങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അവളുടെ അടുത്ത് നിന്ന് വിഷമത്തോടെ, ഇങ്ങനെയൊക്കെയാണ് സംഭവം, നീയും അവസാനിക്കാറായി എന്നൊക്കെ പറഞ്ഞ് അവരുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോയിൽ നോക്കി. അതായത് വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ നമ്മുടെ ജേസനും ഡാനിയേലയും ചാർലിയും നിൽക്കുന്ന ആ ഒരു ഫോട്ടോയിൽ നോക്കി. ആ സമയങ്ങളിലൊക്കെ ഇവർ എത്രമാത്രം ഹാപ്പി ആയിരുന്നു, ലൈഫ് അത്ര അടിപൊളിയായിരുന്നു എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡാനിയേലയുടെ ശരീരത്തിൽ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് അധികം വേദന അനുഭവിപ്പിക്കാതെ അങ്ങ് അവസാനിപ്പിക്കുവാണ്. ജേസൺ ഒത്തിരി വിഷമമായി. എന്തായിരിക്കും അദ്ദേഹത്തെ ഈ റിയാലിറ്റിയിലേക്ക് എത്തിച്ചത്? ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം, താൻ തൻ്റെ റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ തൻ്റെ ഭാര്യയും മകനുമൊക്കെ അവിടെ ജീവനോടെ ഉണ്ടാവുമോ, അവരെ വീണ്ടും കാണാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെ ഒരു ചിന്ത
ജേസന്റെ മനസ്സിൽ വന്നു പോയാൽ പോലും ഇങ്ങനെയൊക്കെയുള്ള വലിയ ചേഞ്ചസ് ഉണ്ടാവും. ഉദ്ദേശിക്കുന്ന റിയാലിറ്റിയിൽ നിന്ന് മാറി മറ്റൊന്നിലായിരിക്കും എത്തുക. അതായത് അത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആയി ഡീറ്റെയിൽഡ് ആയിട്ട് ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ചിട്ട് മാത്രമേ വാതിൽ തുറക്കാവൂ. ഒരു ഇത്തിരി പോലും ഓവർ തിങ്ക് ചെയ്താൽ പ്രശ്നമാണ്, മറ്റെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും എത്തിപ്പെടുക. സോ അടുത്ത തവണ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് ചിന്തിച്ച് വാതിൽ ഓപ്പൺ ചെയ്ത് അടുത്ത റിയാലിറ്റിയിലെത്തി. ആദ്യ കാഴ്ചയിൽ ഇത് തന്നെ സാധനം, വേറെ ഡൗട്ട് ഒന്നുമില്ല, ഇത് അവന്റെ റിയാലിറ്റി തന്നെ. നേരെ വീട്ടിലെത്തി ഒന്ന് കരുതിയിരിക്കണമല്ലോ, കാരണം ഇവിടെ മറ്റേ ജേസൺ ഉണ്ട്, ബോക്സ് ക്രിയേറ്റർ ജേസൺ ഉണ്ട്. അതുകൊണ്ടൊരു കത്തിയൊക്കെ എടുത്ത് എന്തിനും തയ്യാറായിട്ട് പുള്ളിക്കാരൻ ധൈര്യമായി മുകളിലോട്ട് കയറി ചെല്ലുവാണ്. ആൾ രണ്ടും കൽപ്പിച്ചാണ്, ഒന്നുകിൽ അവൻ അല്ലെങ്കിലും അവനെ തന്നെ തീർക്കുമെന്നുള്ള മട്ടിൽ കയറി അങ്ങോട്ട് എന്ന് വാതിൽ തുറന്നതും അതിനകത്ത് ഡാനിയേലയായിരുന്നു. ഇവനെ കണ്ട് ഡാനിയേല പേടിച്ചങ്ങ് മാറി. ഡാനിയേല, നമ്മുടെ മോനെവിടെ, ചാർലി എവിടെ? ഈ ചോദ്യം കേട്ട് അവൾ ഒരുമാതിരി പേടിച്ചിട്ട്, ചാർലി മോനെ നീ ഇങ്ങോട്ട് വരല്ലേ, അമ്മ പറയാത്ത റൂമിൽ നിന്ന് പുറത്തിറങ്ങല്ലേ മോനെ. ജേസണും അവൾ വെപ്രാളത്തിലായിരിക്കുമെന്ന് കരുതി കത്തി അങ്ങ് താഴെ ഇട്ടു. അന്നേരം താണ്ടെ ഡാനിയേല ആ കത്തി എടുത്ത് നമ്മുടെ ജേസന് നേരെ പോയിന്റ് ചെയ്ത്, അനങ്ങരുത്, അടുത്ത് വന്ന ഉറപ്പായിട്ട് ഞാൻ കുത്തും, നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുത്ത് പോലീസിനെ ഡയൽ ചെയ്ത് ജയിലിൽ കിടക്കുന്ന എന്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അതായത് എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ജേസന്റെ റിയാലിറ്റി അല്ല, ഇവിടുത്തെ ജേസൺ ജയിലിലാണ്. ആളത്ര വെടിപ്പല്ല, ഭാര്യയ്ക്കും മകനും ഉപദ്രവമാണ്, പിന്നെ എന്തൊക്കെയോ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്ത് ഇപ്പൊ ജയിലിലാണെന്നേ. ജയിലിൽ ചാടി വന്നതാണെന്ന് കരുതി ഇവളങ്ങ് വെപ്രാളപ്പെട്ടു. ചാർലി ഓടി വന്ന് ഇങ്ങേരെ തല്ലുന്നൊക്കെയുണ്ട്. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ജേസൺ അത് എനിക്ക് നിങ്ങൾ ഉപദ്രവിക്കണമെന്നൊന്നുമില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അപ്പോഴേക്കും ഡാനിയേല പോലീസിനെ കോൺടാക്ട് ചെയ്തതിനെ തുടർന്ന് അവരിവിടെ എത്തുന്നുണ്ട്. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ബോക്സ് ഇരിക്കുന്ന അവിടെ വരെ പോവുക ഭയങ്കര റിസ്ക് ആണ്, മേ ബി അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ചപ്പോൾ ഇവിടെ ഇവരെ സഹായിക്കാൻ പറ്റിയ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സഹായത്തോടെ രക്ഷപ്പെടാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയാണ് അമ്മാൻ്റെ നമ്മുടെ ജേസനെയും വിളിച്ച് അവളുടെ സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഇവളെ കണ്ടതും ഇവളുടെ അമ്മ ഒരുമാതിരി പേടിച്ചു, വല്ലാണ്ടങ്ങ് പേടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിയാലിറ്റിയിൽ അമ്മാൻ്റെ മരണപ്പെട്ടതാണ്. മരിച്ച വ്യക്തി ഇങ്ങനെ കണ്ണിന് മുന്നിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ ആർക്കായാലും ഒരു നിമിഷം പേടിയാവുമല്ലോ. ഓൾറെഡി ഒരുപാട് പ്രശ്നത്തിലാണ്, ഇനി കൂടുതൽ പ്രശ്നമാക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ ഹീറോയിൻ അവളുടെ അമ്മയെ ആശ്വസിപ്പിച്ച് പുള്ളിക്കാരിയെ വളരെ കംഫർട്ടബിൾ ആക്കി, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്, അതിലുപരി ഞാൻ ഹാപ്പിയാണ്, അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അമ്മയും നന്നായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കി അവരുടെ കാറും എടുത്ത് ബോക്സ് ഇരിക്കുന്നിടത്തേക്ക് പോകുന്നു. എങ്ങനെ ഇരിക്കണ്, വേറൊരു റിയാലിറ്റിയിൽ ചെന്ന് സ്വന്തം അമ്മയെ ഉയിര് പോണ മാതിരി പേടിപ്പിച്ചിട്ട് പിന്നെ കംഫർട്ടബിൾ ആക്കിയിട്ടാണെങ്കിലും പുള്ളിക്കാരുടെ കാറും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിക്കുന്നു. പിന്നെ ഇതൊക്കെ ഇവർക്ക് രക്ഷപ്പെടാനുള്ളതായതുകൊണ്ടും ഇവരുടെ സാഹചര്യം ഏറെ ബുദ്ധിമുട്ടിലായതുകൊണ്ടും ഇത് നമുക്ക് കണ്ടില്ലെന്ന് വെക്കാം. അവിടുന്ന് കട്ട് ചെയ്താൽ ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്ത ജേസൺ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ഒറിജിനൽ റിയാലിറ്റിയിൽ അങ്ങേറെ റിയാലിറ്റിയിൽ തിരിച്ചെത്തി കുറേയധികം മെഡ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവിടെ വർക്ക് ചെയ്യുന്നൊരു പുള്ളിക്കാരി മാര എന്നൊരു സ്റ്റാഫ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന്, ഡോക്ടർ ഇത് നിങ്ങൾ തന്നെയാണോ അതോ നിങ്ങളുടെ വേറെ വേർഷനാണോ? അതേ മാറ, ഇത് ഞാൻ തന്നെയാണ്. ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചേ? അത് പിന്നെ ഡോക്ടർ നിങ്ങളുടെ വേറൊരു വേർഷൻ വന്നായിരുന്നു, അയാളെ ഞങ്ങൾ ചോദ്യം ചെയ്തെങ്കിലും അയാൾ രക്ഷപ്പെട്ടു പോയി, അമാന്റെയും കൂടെ പോയി, പിന്നീട് അവരെ പറ്റി ഒന്നും അറിയില്ല. ഒരു മിനിറ്റ് ഡോക്ടർ, ഈ ബോക്സിനപ്പുറം എന്താ ഉള്ളത്? അതിന് ഇദ്ദേഹം മാരയോട് ഇതിനപ്പുറം നരകമാണ് എന്ന് പറഞ്ഞ് വീണ്ടും ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഹീറോ ജേസന്റെ യൂണിവേഴ്സിലെത്തി. ലൈറ്റൺ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നല്ലോ ഇദ്ദേഹം കൊടുക്കുന്ന ഓരോ മെഡിനും ഓരോ ഡോസിനും $1 മില്യൺ വെച്ച് കൊടുക്കാമെന്ന്. ഇദ്ദേഹം അവൻ 50 ഡോസ് കൊടുത്തു. ഇനിയിപ്പോൾ ലൈറ്റൺ ആഗ്രഹിക്കുന്ന പോലെ അങ്ങേർക്ക് എങ്ങോട്ട് വേണേലും ട്രാവൽ ചെയ്യാം, തിരിച്ച് ഈ ഒരു റിയാലിറ്റിയിലേക്ക് വരാൻ പറ്റില്ല. കാരണം ഈ റിയാലിറ്റിയിലേക്ക് ആരും വരാതിരിക്കാൻ വേണ്ടി ഈ റിയാലിറ്റിയിലെ ബോക്സിന് ചുറ്റും ഇദ്ദേഹം സീൽ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഉദ്ദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ അമാൻഡയുടെ കൂടെ തന്റെ ഒറിജിനൽ യൂണിവേഴ്സിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന നമ്മുടെ ജേസൺ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ബോക്സിന് ചുറ്റും സീൽ ചെയ്യാൻ പോവാ. അതാവുമ്പോൾ മൾട്ടിവേഴ്സ് സൈഡിൽ നിന്ന് ഇയാൾക്ക് ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലല്ലോ, ഇയാൾ ആഗ്രഹിച്ച പോലെ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ഇതുവരെയും എല്ലാം ഇദ്ദേഹത്തിന്റെ പ്ലാൻ പ്രകാരമാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെയാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. വെൽ, ഇതൊരു മൾട്ടിവേഴ്സ് ആണല്ലോ, എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. ബോക്സ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങേർക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത എന്തും സംഭവിക്കാം. ഏതായാലും ലൈറ്റിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് എല്ലാം കൊടുത്തു. അവൻ അങ്ങനെ ബോക്സിൽ കയറി അവൻ്റെതായിട്ടുള്ള ലൈഫ് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ജേസൺ ആഗ്രഹിച്ച പോലെ ഡാനിയേൽ അവളുടെ ജോലിയൊക്കെ കളഞ്ഞ് പെയിന്റിങ്ങിലേക്ക് തിരിഞ്ഞു. ചെക്കൻ ചാർലി അവൻ ഇഷ്ടമായിരുന്ന ആ കൊച്ചിന്റെ പുറകെ പോയെങ്കിലും അതെന്തോ അങ്ങോട്ട് സെറ്റായില്ല. അവൾ സെറ്റാവാത്തതും ആലോചിച്ച് വിഷമിച്ച് അങ്ങനെ കാറിലിരിക്കുമ്പോൾ നമ്മുടെ ജേസൺ ഇവന് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും. നമ്മുടെ ജേസൺ അല്ല, ബോക്സ് ക്രിയേറ്റ് ചെയ്ത ജേസൺ. ആൻഡ് ഈ പുള്ളിക്കാരന് ചാർലിക്ക് അലർജി ഉള്ള കാര്യം അറിയില്ലായിരുന്നു. നട്ട്സുള്ള ഐസ്ക്രീം കഴിച്ചത് ചെക്കന് പ്രശ്നമായി. മെഡിസിൻ കയ്യിലുണ്ടെങ്കിലും ഈ ജേസൺ അത് ഉപയോഗിക്കാൻ പോലും അറിയത്തില്ലല്ലോ. ചാർലി തന്നെയാണ് മെനക്കെട്ട് മെഡ് എടുത്ത് അവന്റെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ദെൻ ജേസൺ അവനെ ഹോസ്പിറ്റലിലാക്കി. ഹോസ്പിറ്റലിലെത്തി ഡാനിയേല ജേസണോട് ഒരല്പം ദേഷ്യപ്പെടുന്നുണ്ട്. പുള്ളിക്കാരിക്ക് നല്ല ദേഷ്യമുണ്ട്. ഇത്രയും നാളായിട്ട് ഇങ്ങേർക്ക് ഇത് അറിയത്തില്ലേ, ഇതൊക്കെ ഇങ്ങനെ മറന്നു പോകുന്നേ, ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മറന്നുപോയെന്നോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നു ജേസന്റെ പെരുമാറ്റത്തിൽ ആകെ മൊത്തത്തിലൊരു മാറ്റമുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയം അവന്റെ കയ്യിലുള്ള കുറെ പാടുകൾ ഇവള് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് തവണ കയ്യിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതിന്റെ സൂചനയാണത്. ഇവൻ എന്തായിരിക്കും ഇഞ്ചക്ഷൻ എടുത്തത്? സ്വാഭാവികമായിട്ട് അവൾക്ക് സംശയമായി. ഇവൻ വല്ല അനാവശ്യ നിരോധിത സാധനങ്ങൾ വല്ല ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയത്തിലായി. സെയിം ടൈം നമ്മുടെ ജേസനും അമാന്റെയും ആവട്ടെ പല പല റിയാലിറ്റികളിലൂടെ ഇപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ
ഓരോ തവണയും കൂടുതൽ വ്യക്തമായി ചിന്തിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എഴുതി വെച്ച് അങ്ങനെ ട്രൈ ചെയ്യുന്നു. ഇവന്റെ റിയാലിറ്റിയിൽ വില്ലേജ് ടാപ്പ് എന്ന പേരുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അതിന്റെ പേരെഴുതി വെച്ച് ട്രൈ ചെയ്തു. ആദ്യം എത്തുന്നത് വില്ലേജ് ടാപ്പ് എന്ന പബ്ബുള്ള മറ്റൊരു യൂണിവേഴ്സിലാണ്. സെക്കൻഡ് ടൈം കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വില്ലേജ് ടാപ്പ് ബോർഡിൽ റെഡ് നിയോൺ ലൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്തു. ഇത്തവണ ഈ എഴുതിയ പോലെ ഒരു റിയാലിറ്റിയിലാണ് എത്തുന്നതെന്നുണ്ടെങ്കിലും ജേസന്റെ റിയാലിറ്റി ആയിട്ടില്ല, കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ട്. ഓരോ തവണ ഓരോ റിയാലിറ്റിയിൽ എത്തുമ്പോഴാണ് എന്താണ് മിസ്സാവുന്നത് എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നെയും ഇംപ്രൂവ് ചെയ്ത് പുതിയ കാര്യങ്ങൾ എഴുതി വെച്ച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്രമം തുടങ്ങിയിട്ട് കുറേയായി. ഇവന്റെ റിയാലിറ്റിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. അന്വേഷണത്തിനിടെ ചിലപ്പോഴൊക്കെ ഇരുവരും ബോക്സിൽ കിടന്നുറങ്ങും. എപ്പോഴും ബോക്സിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോഴൊക്കെ ചെന്നെത്തുന്ന റിയാലിറ്റികളിൽ സ്റ്റേ ചെയ്യും. നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഹോട്ടൽ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യും. അതിനുള്ള വകുപ്പൊക്കെ എന്തായാലും രണ്ടാളും ഒപ്പിക്കും. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇരുവരും ഒത്തിരിയധികം ക്ലോസ് ആവുന്നുണ്ട്. ഒരുപക്ഷെ ഡാനിയൽ ഇതൊക്കെ അറിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത വിധം ക്ലോസ് ആവുന്നുണ്ട്. എന്ന് വെച്ച് ഇവർക്കിടയിൽ ആ ഒരു ഡിസ്റ്റൻസ് ഇല്ല എന്നല്ല. തീർച്ചയായിട്ടും ഇരുവരും ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാതെ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അമാൻഡി അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കുറേ അങ്ങ് ക്ലോസ് ആവുന്നുമുണ്ട്. ഇനിയിപ്പം ഇയാളുടെ റിയാലിറ്റിയിൽ തിരിച്ചെത്തുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഡാനിയലെ ഇങ്ങേരെ പിടിച്ച് സൈക്കാട്രിയിലാക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. ഏതായാലും ഇപ്പോൾ ഡാനിയലുടെ കൂടെയുള്ള ജെയ്സൺ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നുണ്ട്. ചാർലിയുടെ അലർജിയുടെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അതിനുശേഷം ഡാനിയൽ ഇവനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇടുന്ന പോലെ ഫീൽ ചെയ്തത്, പിന്നെ ആൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ടാവണം ഒരു തെറാപ്പി എടുത്തേക്കാവെന്ന് കരുതി. ഇവിടെ ഇവന് തെറാപ്പി എടുക്കാൻ വരുന്ന ഡോക്ടർ അമാൻഡയാണ്, ഈ റിയാലിറ്റിയിലെ അമാൻഡ. ജേസൺ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചു തുടങ്ങി. ഇതേ സമയം വീട്ടിൽ നമ്മുടെ ഡാനിയലുണ്ടല്ലോ, പുള്ളിക്കാരി ഇവിടെ വക്കീലായിട്ടുള്ള ബ്ലെയറിനെ വിളിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജേസന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളൊക്കെ പറയുവാണ്. ഈ കുറച്ച് നാളുകളായിട്ട് ജേസനെ അവൾക്ക് മറ്റൊരാളായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പോലും. അതിന് പുള്ളിക്കാരിക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. ജേസൺ നല്ല ആക്റ്റീവായിട്ട് എനർജിയോടെ സംസാരിക്കുന്നു, പെരുമാറുന്നു, നല്ല രീതിയിൽ പെരുമാറുന്നു, നല്ല ഡ്രസ്സുകൾ ധരിക്കുന്നു. ഇത്രയും നാൾ ഇവള് കണ്ട് ശീലിച്ച ജേസൺ അല്ലല്ലോ ഇത്. നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. അയാൾ കുറച്ചധികം ബെറ്ററായി, നല്ല ഡ്രസ്സുകൾ ധരിക്കുന്നു, അത് നല്ലതല്ലേ? അതെല്ലോ, തീർച്ചയായിട്ടും നല്ലതാണ്. ഡാനിയൽ പറയുന്നതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് ബ്ലെയറിന് തോന്നുന്നില്ല. ഇത്രയും നാൾ നല്ല ഡ്രസ്സിംഗ് സെൻസ് ഇല്ലാതെ എവിടുന്നേലും കിട്ടുന്ന സാധനങ്ങളൊക്കെ, ഓഫറിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുകൊണ്ടിരുന്ന ഒരാൾ ഡ്രസ്സിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ബെറ്റർ ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ചൂസ് ചെയ്യുന്നതും അത് ധരിക്കുന്നതും ഒരു തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എൻക്ലോത്ത്ഡ് കോഗ്നിഷൻ കേട്ടിട്ടില്ലേ? അതായത് നമ്മൾ നല്ല ഡ്രസ്സ് ധരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. നമ്മുടെ ടോട്ടൽ അപ്പിയറൻസിന് ഇത് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യും, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചിന്തിക്കും. നമ്മുടെ മൈൻഡ് തന്നെ ആകെ മൊത്തത്തിൽ മാറും. ഇത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഡ്രസ്സിംഗ് ഒക്കെ ഒന്നുകൂടെ ബെറ്റർ ആക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് തന്നെ ഫീൽ ചെയ്യുമെന്നേ. നല്ല നല്ല വാല്യൂസ്, ഡിസിപ്ലിൻ, മൈൻഡ് സെറ്റ്, നമ്മുടെ ടോട്ടൽ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. അങ്ങനെ എന്തെങ്കിലും വളരെ സാധാരണയായിട്ടുള്ളൊരു ചേഞ്ച് ആവാം ജേസന് വന്നത് എന്ന് സങ്കല്പിക്കാമല്ലോ. ഇതൊക്കെ ഒരു സൈഡ്. എന്നാൽ ചാർലിയുടെ കാര്യത്തിൽ സംഭവിച്ചത്, പയ്യന്റെ അലർജി അറിഞ്ഞിട്ടും അത്തരത്തിൽ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തത് ഒരിക്കലും ഇവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ജേസന്റെ കയ്യിൽ കണ്ട മാർക്കുകൾ, ഇഞ്ചക്ഷൻ എടുത്തതിന്റെ മാർക്കുകൾ, അത് ഇവളിൽ ഒരുപാട് സംശയം ഉണ്ടാക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള നിരോധിത പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്നുണ്ടോ? ചില പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം മണിക്കൂറുകളോളം ഹൈപ്പർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. പിന്നീട് ഛർദിലും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ആദ്യ കുറച്ച് മണിക്കൂറുകൾ നമുക്ക് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. അങ്ങനെയുള്ള പിൽക്കാലത്ത് ദോഷമായേക്കാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ട്സ് ഇവൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം. ഇതെല്ലാം കേട്ടിട്ട് ബ്ലെയർ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ, നീ ഇപ്പം ഇതൊന്നും അവനോട് ചോദിക്കാൻ നിൽക്കണ്ട, ചോദിച്ചാൽ തന്നെ കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയേ ഉള്ളൂ. സോ തന്ത്രപരമായിട്ട് അവനെ ഫോളോ ചെയ്യും. അവൻ എവിടൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് നിരീക്ഷിക്കുക. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്കത് തീർച്ചയായും കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ടോ ഡാനിയലേക്ക് ഈ ഐഡിയ അത്ര ശരിയായിട്ട് തോന്നിയില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുന്നതല്ലേ നല്ലത്. അന്ന് വൈകുന്നേരം ഡാനിയലെ ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ, വാ ഡാനിയല, നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്, നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്നും പറഞ്ഞ് ഇവളുടെ കണ്ണ് കെട്ടിയിട്ട് ഇവളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവാണ്. ഈ ജേസൺ ഇവൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതി ഇവൾ വരച്ചുകൊണ്ടിരുന്ന പെയിന്റിംഗ് എടുത്ത് ഓപ്ഷനിൽ വെച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് അവളുടെ കരിയറിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണല്ലോ. പക്ഷേ ഇത് ഡാനിയലേക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൾ പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ട് മാത്രമല്ല കലയെ കണ്ടിട്ടുള്ളത്. ഇത് ഓപ്ഷനിൽ വെച്ചാൽ പൈസയൊക്കെ കിട്ടും, അത് ശരിയാണ്. പക്ഷേ താൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ചിത്രമാണ് ഇവനിവിടെ യൂസ് ചെയ്തത്. തനിക്ക് തന്നെ ഒരു പൂർണ്ണത തോന്നിയിട്ടില്ലാത്ത ചിത്രം ഇവൻ ഇങ്ങനെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് അവൾ പിണങ്ങി പോകുന്നുണ്ട്. ഇത്രയും നേരം പുള്ളിക്കാരി ഹാപ്പി ആയിരുന്നു. ആ ഒരു പെയിന്റിങ് കണ്ടു, അപ്പോഴേ മൂഡ് മാറി. ഇൻസ്റ്റന്റ്ലി മൊത്തം ഉൾട്ടയടിച്ച്. ജേസനും എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇതിപ്പോൾ എങ്ങനെ സമാധാനിപ്പിക്കൂ? ഇത് ഇങ്ങനെ മൂഡ് മാറിക്കഴിഞ്ഞാൽ ഒന്ന് സമാധാനിപ്പിക്കാൻ എന്തോരം കഷ്ടപ്പെടേണ്ടി വരും എന്ന് ഒരുപക്ഷെ ഇവൻ എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല. കാരണം ഇവന്റെ റിയാലിറ്റിയിലെ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള അമാൻഡയുടെ കൂടെയാണല്ലോ ജീവിച്ചത്. അവിടെയും പാസ്റ്റിൽ നമ്മുടെ ഡാനിയലെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കല്യാണത്തിന് ശേഷം ഡാനിയലെ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് ജഡ്ജ് ചെയ്യാൻ ഇവന് പറ്റിയെന്ന് വരത്തില്ല. ആകെ മൂഡ് ഓഫ് ആയ ഡാനിയലെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ജേസൺ കാർ ഓടിച്ച് എങ്ങോട്ടോ പോയി. സംശയം തോന്നിയ ഡാനിയല ചാർലിക്ക് വേണ്ടി ഇവൻ വാങ്ങിയ കാറും എടുത്ത് അവനെ ഫോളോ ചെയ്തു പോകുന്നു. ചെല്ലുന്നതോ ഒരു സ്റ്റോറേജ് യൂണിറ്റിലേക്ക്. ജേസൺ ഈ റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ ആദ്യം അവന്റെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും എല്ലാം മറച്ചു വെക്കാനും യൂസ് ചെയ്ത അതേ യൂണിറ്റിലേക്ക് ജേസൺ അകത്ത് കയറുന്നതും പുറത്തിറങ്ങുന്നതും ഒക്കെ കണ്ട ഡാനിയല അവനവിടുന്ന് പോയി കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ അത് ലോക്ക്ഡ് ആണ്. എന്നാലും ആ ഒരു ഷട്ടർ ഒരല്പം പൊക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പൊക്കി വെച്ച് അകത്തേക്ക് കൈയിട്ട് നോക്കി
അകത്തുണ്ടായിരുന്ന മെഡ് ഇവൾക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു റിയാലിറ്റിയിൽ നിന്ന് മറ്റൊരു റിയാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു മെഡ് ഇതുകൊണ്ട് നേരെ ഇവിടുത്തെ റയാൻ്റെ അടുത്തിരുന്നു. ഇതെല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇവൾക്ക് തോന്നിയ സംശയമെല്ലാം ശരിയാണെന്ന് പറയാലോ. കുറച്ച് നാളായിട്ട് അവനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്ത് തരത്തിലുള്ള മാരകമായിട്ടുള്ള സാധനമാണെന്ന് അറിയില്ല. എന്താണെങ്കിലും മാരകമാണ്, കാരണം ഒരു മനുഷ്യന്റെ ക്യാരക്ടർ തന്നെ ഒത്തിരി മാറ്റുന്നുണ്ട് എന്നൊക്കെയാണ് ഇവൾ പറഞ്ഞു കൊടുക്കുന്നത്. റയാനോട് ഇത് എന്താണെന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാനും പറഞ്ഞു. മീൻ ടൈം നമ്മുടെ ജേസനും അമ്മാന്റെയും പുതിയൊരു റിയാലിറ്റിയിലെത്തി. ഇത് കണ്ടിട്ട് ഏതായാലും ജേസന്റെ ഒറിജിനൽ റിയാലിറ്റി ആണ് എന്ന് തോന്നുന്നില്ല. ജേസൺ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വാ, വൈകുന്നേരം ഇവിടെ തന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മാന്റെയും ഒരു വഴിക്ക് പോയി. ജേസൺ നേരെ ചെല്ലുന്നതോ നമ്മുടെ ഡാനിയേലയുടെ ആർട്ട് സ്പേസിലേക്ക്. ഈ ലോകത്തെ ഡാനിയേല ഭയങ്കര അടിപൊളി സെറ്റപ്പിലൊന്നും ആയിട്ടില്ലെങ്കിലും ചിത്രങ്ങളൊക്കെ വരച്ച് അവരുടെ ഒരു കംഫർട്ട് സോണിൽ സമാധാനമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറിയ സ്ഥാപനമൊക്കെ നടത്തി പോകുന്നു. കഥയിലുടനീളം കാണിക്കുന്ന പല ഡാനിയേല വേർഷനുകളിൽ ഈ ഒരു വേർഷനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. ഫോർ മീ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പുള്ളിക്കാരി കരിയറിൽ ഭയങ്കര അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പുള്ളിക്കാരിക്ക് സമാധാനമുണ്ടോ? ഉണ്ട്. അവളുടെ ഇഷ്ടങ്ങളനുസരിച്ച് അവൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു റിയാലിറ്റി. ഈ റിയാലിറ്റിയിൽ എന്തായാലും ജേസൺ ഇവൾക്ക് പരിചയമൊന്നുമില്ല. ഇവിടെ ഇവരുടെ സ്റ്റോറി വ്യത്യസ്തമാണ്. ഇവന്റെ കൂടെ ഒരു ലവ് ലൈഫ് ഉണ്ടായില്ലെങ്കിലും അൾട്ടിമേറ്റ്ലി അവൾ ഹാപ്പിയാണ്. അവളുടെ പെയിന്റിങ്ങിനെ പറ്റിയും ആ പെയിന്റിങ്ങിൽ അവൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ജേസൺ തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആധികാരികമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾക്കും സന്തോഷം. വളരെ ഹാപ്പി ആയിട്ട് രണ്ടുപേരും സംസാരിച്ചു. ജേസൺ അവളോടൊരു കോഫി ഔട്ടിന് ചോദിച്ചെങ്കിലും അവൾ സമ്മതിച്ചില്ല. ഇപ്പോൾ ഉള്ള ലൈഫിൽ പുള്ളിക്കാരി ഹാപ്പിയാണ്. ഇനി ആവശ്യമില്ലാത്ത പ്രാരാബ്ദമൊന്നും എടുത്ത് തലവെക്കേണ്ട ആവശ്യമില്ല. സെയിം ടൈം നമ്മുടെ അമാൻഡ ഈ റിയാലിറ്റിയിലെ അമാൻഡ വേർഷനെ കാണുന്നു. അവർ എത്ര ഹാപ്പിയാണ്, കുടുംബമൊക്കെ ആയിട്ട് കുട്ടിയൊക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നു. സ്വാഭാവികമായിട്ടും അമാൻഡയ്ക്ക് ഒരു അല്പം വിഷമം തോന്നും. തനിക്ക് അങ്ങനെ ഒരു ലൈഫ് കിട്ടിയില്ലല്ലോ, എല്ലാവരും അങ്ങനെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നതല്ലേ. നല്ലൊരു പാർട്ണറെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാണ്. മറിച്ചാണെങ്കിൽ പോയി ഇവളുടെ റിയാലിറ്റിയിൽ ഇവൾക്ക് കിട്ടിയത് ജേസനെയാണ്. ജേസൺ ഇവളെ കളഞ്ഞിട്ട് മറ്റൊരു റിയാലിറ്റിയിൽ പോവുകയും ചെയ്തല്ലോ. അന്നും ഇരുവരും ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, മെഡിസിൻ തീർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ജേസൺ അവനെ കൊണ്ട് പറ്റുന്ന പോലെ പരമാവധി ഡീറ്റെയിൽസ് എഴുതി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് യൂണിവേഴ്സസ് ഉണ്ട്, അത്രത്തോളം റിയാലിറ്റീസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എത്രമാത്രം ഡീപ്പായിട്ട് എഴുതിയെങ്കിലായിരിക്കും ഇവൻ്റെ ഒറിജിനൽ റിയാലിറ്റിയിൽ എത്താൻ പറ്റുക. സോ നെക്സ്റ്റ് ടൈം അമാൻഡ ട്രൈ ചെയ്യാമെന്ന് കരുതി പുള്ളിക്കാരി എന്തൊക്കെയോ അതിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ജേസൺ ആവട്ടെ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഒരുപാട് മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. ആള് ഇപ്പോൾ ഉള്ള ഈ റിയാലിറ്റിയിലെ ജേസനെയും ഡാനിയേലെയും ഫോളോ ചെയ്യുമായിരുന്നു. അവരുടെ ലൈഫ് ഇങ്ങനെ നിരീക്ഷിക്കുമായിരുന്നു. അവർ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവരെ ഫോളോ ചെയ്ത് ചെന്നു. തിയേറ്ററിൽ പോയപ്പോൾ അവരുടെ കൂടെ പോയിരുന്ന് പടം കണ്ടു. അവരറിയാതെ അവരെ ഇങ്ങനെ ഫോളോ ചെയ്തപ്പോൾ ഈ ജേസന് പോലും തോന്നിപ്പോയെന്ന്. അതായത് ഈ റിയാലിറ്റിയിലുള്ള ജേസനെ ഏതെങ്കിലും യൂണിവേഴ്സിൽ കൊണ്ടുവിട്ടിട്ട് ഇവിടെയുള്ള ഡാനിയേലയുടെ കൂടെ അങ്ങ് ജീവിച്ചാലോ എന്ന്. ഇതേ സമയം ബോക്സ് ക്രിയേറ്റർ ജേസൺ അവിടെ സൈക്കോളജിസ്റ്റ് അമാൻഡയോട് സംസാരിക്കുകയാണ്. നേരത്തെ ചാർലിക്ക് നട്ട്സുള്ള ഐസ്ക്രീം കൊടുത്തതാണ് വിഷമത്തിന് കാരണമെന്നുണ്ടെങ്കിൽ ഇത്തവണ ഡാനിയേലയുടെ പെയിന്റിംഗ് അവരുടെ പെർമിഷൻ കൂടാതെ അവിടെ കൊണ്ടുവച്ചതാണ് പ്രശ്നം. ആൾക്ക് കുറേയധികം മണ്ടത്തരങ്ങൾ പറ്റുന്നുണ്ടല്ലോ. മേ ബി ഇവിടെ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊരു ആനുവൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് നന്നായിരിക്കും. ശേഷം ആൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ റയാൻ ഇവന്റെ പുറകെ ചെന്ന് ജേസൺ എന്താ ഇത്, ഈ സാധനം നീ എങ്ങനെ ക്രിയേറ്റ് ചെയ്തേ, നീ എന്നെ കോപ്പി അടിച്ചല്ലേ? രണ്ടാളും റെസ്റ്റോറന്റിൽ പോയിരുന്ന് വിശദമായിട്ട് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. ഈ ബോക്സ് ക്രിയേറ്റർ ജേസന്റെ റിയാലിറ്റിയിൽ ഈ ഒരു പെർട്ടിക്കുലർ മെഡ് ഉണ്ടാക്കിയത് റയാനാണല്ലോ. ഈ റിയാലിറ്റിയിലും ഈ റയാനും ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എക്സാക്ട് സെയിം മെഡ് ഓൾറെഡി ജേസന്റെ വൈഫ് ഡാനിയേല ഈ റയാന്റെ അടുത്ത് തന്നെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എങ്ങനെ ഫീൽ ചെയ്യും? റയാൻ അറിയാതെ ജേസൺ എപ്പോഴോ റയാന്റെ വർക്ക്സ് ഒക്കെ പഠിച്ചിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണെന്നല്ലേ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെയൊന്നും ചിന്തിച്ച് കാട് കയറി പോകേണ്ട, സത്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ജേസൺ നമ്മുടെ റയാനെ വിളിച്ചുകൊണ്ട് പോയി ആ ഒരു ബോക്സ് കാണിച്ചു കൊടുത്തു. നീ അത്ഭുതപ്പെടാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് അവനും ഇഞ്ചക്ഷൻ എടുത്ത് ബോക്സിനകത്ത് കയറ്റി അവനെ മറ്റൊരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതുവരെയും ജേസൺ ഈ ബോക്സ് ഫുള്ളായിട്ട് സീൽ ചെയ്തിട്ടില്ല. സീൽ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. റയാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മെഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, സൂപ്പർ പൊസിഷൻ പോസിബിൾ ആക്കി മറ്റു റിയാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ കേട്ടപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ബോക്സ് ക്രിയേറ്റർ ജേസന്റെ റിയാലിറ്റിയിലും റയാൻ തന്നെ ആയിരുന്നല്ലോ ആ ഒരു മെഡ് ക്രിയേറ്റ് ചെയ്തത്. പുതിയ റിയാലിറ്റി അതിന്റെ സാധ്യതകളൊക്കെ കണ്ടിങ്ങനെ മതിമറന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജേസൺ ഈ റയാനെ ചതിച്ചു. ഇവനെ ഈ റിയാലിറ്റിയിൽ ട്രാപ്പ് ചെയ്തിട്ട് തിരികെ പോവാണ്. കാരണം രണ്ടാണ്. ഒന്ന്, ഇവന്റെ രഹസ്യങ്ങളൊക്കെ ഈ ഒരു ജേസൺ മറ്റൊരു റിയാലിറ്റിയിൽ നിന്ന് വന്നതാണെന്നുള്ള കാര്യമൊക്കെ റയാൻ കണ്ടുപിടിച്ചേക്കാം. രണ്ട്, പാവ്യ പ്രൈസ് വിന്നർ ആയിട്ടുള്ള റയാൻ ആ ഒരു മെഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവനെങ്ങാനും അതിൽ സക്സസ് ആയാൽ പിന്നെ അതിന്റെ റിസൾട്ട് എന്തൊക്കെയാവുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അവനും അവന്റെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഇതുപോലെ മൾട്ടിപ്പിൾ റിയാലിറ്റീസിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ബോക്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിരിക്കാം. അത് തീർച്ചയായും ജേസൺ അപകടമാണ്. അതുകൊണ്ട് റയാനെ അത്യാവശ്യം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇവരുടെ റിയാലിറ്റിയെക്കാളും ഏതൊക്കെയോ തരത്തിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയിൽ കൊണ്ടുപോയി ആക്കി. തന്ത്രപരമായി റയാന്റെ ഫോണും കൈക്കലാക്കിയിരുന്നു. തിരികെ വന്നപ്പോൾ ഡാനിയേല റയാന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, ആർക്കും ഒരു സാധ്യതയും അവശേഷിപ്പിക്കരുത് എന്ന് തീരുമാനിച്ച് ഇപ്പം തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ബോക്സ് ഫുള്ള് സീൽ ചെയ്തു. അതോടെ എല്ലാം അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ നമ്മുടെ ജേസനെ സ്വന്തം റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് തന്നെ പറയാം. അവനും അമാൻഡയ്ക്കും പോയിന്റ്ലെസ് ആയിട്ട് വെറുതെ ശ്രമിച്ച് ഏതെങ്കിലുമൊക്കെ റിയാലിറ്റിയിൽ ചെന്ന് അവസാനിക്കാം. മെഡ് തീരുമ്പോൾ അവസാനിപ്പിക്കാം.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ സ്റ്റോറി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ജേസന്റെ ശ്രമങ്ങൾ ഇനിയും തുടരും. ബാക്കിയുള്ള മെഡ്സ് ഉപയോഗിച്ച് അദ്ദേഹം ഏതൊക്കെ റിയാലിറ്റിയിലേക്ക് പോകുന്നു, അവിടെ എന്തൊക്കെ ചെയ്യുന്നു, ഈ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അടുത്ത ഭാഗം കാണാം. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ചാനലുമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കാം. ഇതുവരെ കണ്ടത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ് വല്ലതും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ബൈ ദ വേ ഒരു കാര്യം കൂടി, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യാൻ അറിയില്ല, ലിങ്ക് എവിടെ കിട്ടുന്നില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. അതിനെന്ത് ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യാൻ നമുക്ക് പഠിക്കാം. യൂട്യൂബിൽ ഹൗ ടു ഓപ്പൺ വീഡിയോ ഡിസ്ക്രിപ്ഷൻ എന്ന് സെർച്ച് ചെയ്ത് അത് പഠിച്ചിട്ട് ഇവിടെ വന്ന് ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് ലിങ്ക് എടുത്ത് അടുത്ത പാർട്ട് കണ്ടാൽ മതി. കഥ കണ്ട് കംപ്ലീറ്റ് ചെയ്ത് അഭിപ്രായവും പറഞ്ഞിട്ടേ പോകാവേ.